മാച്ചത്ത് രാമൻ നായർ വലിയ വെടി 1, ചെറിയ വെടി 1. ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്. വലിയ വെടി 4, ചെറിയ വെടി 4. കൃഷ്ണവിലാസം ബഹിർദമല്ല, വലിയ വെടി ചെറിയ വെടി വെടി വഴിപാടാണല്ലേ. കൃഷ്ണവിലാസം മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടി വഴിപാട് നടത്താൻ പറ്റുമോ? വിളിച്ചു പറയാതിരുന്ന ഫലം കുറയും. ഫലം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, വിളി വേണ്ട. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ. പിള്ളാച്ചന് ശത്രുദോഷത്തിനുള്ള വെടി വഴിപാട് മൈക്കിലൂടെ വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമെന്നാ ചോദിക്കണേ. പിള്ളേച്ചനാണോ വെടി വഴിപാടാവുമ്പോ സാധാരണ വിളിച്ചു പറയല പതിവ്. കൃഷ്ണനമ്പൂരി വെടി വഴിപാടാവും വിളിച്ചു പറഞ്ഞോളൂ. കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള വലിയ വെടി 4, ചെറിയ വെടി 4. ഇങ്ങനെ ഒറ്റവെറുപ്പിന് എല്ലാം കൂടി പറഞ്ഞ ഭഗവാനും ഓർമ്മാക്കില്ല കേട്ടോ. വരസേരെ ഈയിടെയായിട്ട് ആൾക്ക് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ആ ഓട്ടൂറിലും വിളക്കിലും ഒക്കെ ഒരു കണ്ണുണ്ടായിക്കോട്ടെ. അതെ വരേ, ഇവിടുത്തെ ഓട്ടൂരിലും കിണ്ടിയൊന്നും വേണ്ട മാധവന്. ഞാനൊന്നും മനസ്സുരുകി വിളിച്ച സാക്ഷാൽ ഭഗവാൻ തന്നെ എന്റെ കൂടെ ഇറങ്ങി വരും. എന്താ സംശയമുണ്ടോ വരർക്ക്? അല്ല വാരസേരെ, ആ പറഞ്ഞതിന്റെ അർത്ഥം വിഗ്രഹം അടിച്ചോണ്ട് പോകുന്നല്ലേ? എന്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളണേ. ഓ, കതിനെയായിരുന്നു. എന്താ പുരുഷേട്ടാ? ഏയ് ഒന്നുമില്ല, പെട്ടെന്ന് ഞാൻ അതിർത്തിയിലാണെന്ന് ഓർത്തുപോയി. കഷ്ടം. ആരോടും പറയല്ലേ, അമ്പോയി സാരേട്ടാ. എന്താ പ്രശ്നം സാറേ? ഞാൻ ബാറ്ററി റീചാർജിങ് ആൻഡ് ആർമേച്ചർ വൈൻഡിങ് സുഗുണ ഇലക്ട്രിക്കൽസിൽ അവിടുന്ന് ഒരു ബാറ്ററി മോഷ്ടിച്ചോണ്ട് ഓടിപ്പോയി. അവനെ തപ്പി ഞാൻ പുറകെ ഓടുമായിരുന്നു. ആള് ഇതുവഴി എങ്ങാനും വന്നോ? അറിഞ്ഞൂടാ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാ. സാർ എന്നെ ഒന്ന് സഹായിക്കണം. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ? ഇന്നിനി സാധ്യമല്ല. പിന്നെ എപ്പ സാധ്യമാകും? താൻ ആളെ തേടി പിടിക്ക്. രാവിലെ ചാർജ് ചെയ്തോളാം. എന്താ ബാറ്ററി ആണോ? ബാറ്ററിയോ? ഞാൻ കേസ് ചാർജ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. അത് ശരി. സാർ ഇപ്പൊ പോകുന്ന വീട്ടിലോട്ടല്ലേ? അതെ. ഇന്ന് അവിടെ ഒരു കള്ളം കയറിയാലും സാറ് നാളെ രാവിലെ അല്ലേ ചാർജ് ചെയ്യൂ? അതെ. ഇതാണ്ടാ പോലീസ്. அது ராங்க போறதில்லை, நான் காஜா பண்ணி வச்சா வண்டி பேஜார் பண்றதில்லை. അജായോ അകത്തോട്ടോ. ഇത് എന്നാ ഇടപാടാ? 4 എണ്ണേ ഉള്ളൂ. പിന്നെ ഒരു വണ്ടിക്ക് 40 ടയർ കാണും അച്ചായോ. വേഗം ഇടപാട് തീർക്ക്. ഇതിനൊക്കെ എന്നാ ഇടപാട് തീർക്കാനാ? ഇപ്പൊ ബഡ്ജറ്റിലൊക്കെ ടയറിന് വലിയ വില കൂടുതലാ. ഇതുകൊണ്ട് വീശിക്കും. എന്നെ വീശാതെ ഞാൻ നോക്കിക്കോളാം. അച്ചായ സൂക്ഷിച്ചോ. ഓ ഓ ഓ ഓ. 1
ഓമനെ എന്താ പറയാണ്ടെന്ന് പറഞ്ഞേ? എന്റെ അടുത്തേക്ക് വന്നാലെന്താ ഇത്ര വെറുപ്പായോ? ത്രേസ്യാമ്മ ഇപ്പൊ വരും. റൂബിയുടെ കണ്ണും വെട്ടിച്ച് ഞാനിവിടെ എത്തിയത് കർത്താവിന് എനിക്ക് മാത്രമേ അറിയൂ. ഇതിനു മുമ്പും കണ്ണുവെട്ടിച്ച് തന്നെയാണല്ലോ വരാറ്. അന്നൊക്കെ എന്തൊക്കെ ചക്രവർത്താനങ്ങളാ പറയാറുള്ളത്. ഇപ്പൊ എന്നെ കണ്ടൂടാ, എനിക്കറിയാം. കരയല്ലേ? ദേ, എന്നെ ചതിക്കരുത്. അപ്പൊ എന്നെ ചോദിച്ചതോ? ഞാൻ ആരും ഇല്ലാത്തവളല്ലേ അല്ലേ? അങ്ങനെ പറയല്ലോ ഓമനെ. എന്റെ പുണ്യാളോ, വിടാൻ പറഞ്ഞില്ലേ? ആ, ഞാൻ വിടില്ല. ത്രേസ്യാമ്മ വന്നാണല്ലോ എല്ലാം. നീ വരുന്നു. വായിച്ചു നോക്കൂ. അത്ത അത് മുഴുവൻ തകർത്തു. നിങ്ങൾ എന്താ ഇവിടെ കിടന്ന് പരുങ്ങുന്നത്? ഒരു ഗുളിക കഴിക്കാൻ ഇത്തിരി വെള്ളം എടുക്കാൻ എന്റെ കാര്യം നോക്കാൻ നിനക്ക് സമയമില്ലല്ലോ. എനിക്കൊന്ന് പുറത്തിറങ്ങട്ടെ. ആ പെണ്ണിന്റെ ഓമന. ആവോ ഓ പറ്റിയ സാധനം. ഇങ്ങനെ വൃത്തിയും വെടുപ്പില്ലാത്തൊരു ജന്തു. ഒന്ന് മാറി എനിക്ക്. ഏത് നേരം നോക്കിയാലും ഉറക്ക അസത്ത്. ഇത്തിരി വെള്ളം എടുത്തു കൊടുക്കാൻ നീ ഇവിടെ ഉണ്ടായില്ലടി. വെള്ളം വേണമെങ്കിൽ എന്നോട് പറയണ്ടേ? പ്രിയപ്പെട്ട ചോട്ടന് ഗാമുകി ഓമന എഴുതുന്നത്. 2 ആഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട്. എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും. എന്നോട് വെറുപ്പാണോ ചോട്ടാ? എന്നെ വറുക്കരുത്. പാവം, വെറുക്കരുത്, സ്നേഹിക്കണം. ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത്. എന്റെ മാസക്കളി തെറ്റി. എന്റെ മാസക്കുളി തെറ്റി. ഞാൻ ഗർഭിണിയാണ്. എന്റെ പുണ്യാളോ. ഓമനെ, ഓമനെ, ഡി പൊട്ടി ഇവിടെ ജനലേക്ക്. സത്യാണോ നീ എഴുതിയത്? അമ്മയാണോ സത്യം? എന്റെ ജീവിതം തൊലച്ചല്ലോ നീ. ഞാനോ? രാത്രി കുടിച്ച് വെളിവില്ലാതെ എന്റെ മുറി കേറി വന്നിട്ട് ആട് തരാന്നൊക്കെ പറഞ്ഞ് എന്നെ മയക്കി നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ തൊലച്ചെന്നോ? ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവും. ഓമനെ, നീ കടുങ്കൈ ചെയ്യരുത്. അങ്ങനെ നിർബന്ധാണെങ്കിൽ പുറത്ത് പുറമ്പോക്ക് ഭൂമി എത്രയോ കിടപ്പുണ്ട്. അവിടെ നല്ല മാവും പ്ലാവും ഒക്കെ ധാരാളമുണ്ട്. ആഹാ, അങ്ങനെ ഞാൻ ചാവൊന്നുമില്ല. ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും. ഓമനെ, നമുക്കൊരു ആശുപത്രി പോയി കളയാം. ഞാനത്ര ദുഷ്ടത്തിയല്ല. ഞാനൊരു പെണ്ണാ. ഞാൻ പ്രസവിക്കും. കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട്. ആരാ? നിങ്ങൾ തന്നെ. എന്റെ ഓമനെ, എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. അത് സമ്മതിച്ച് നീ എന്നെ രക്ഷിക്കണം. ഈ കുഞ്ഞു വളർന്നു വരുമ്പോ ആരാമ്മ എന്റെ അച്ഛൻ ചോദിച്ചാ ഞാൻ എന്തുത്തരം പറയും? എന്റെ ഒഴിച്ച് വേറെ ആരെങ്കിലും പേര് പറയും. പേര് പറഞ്ഞാ പോരല്ലോ, ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരാള് വേണ്ടേ? ചൂണ്ടിക്കാണിക്കണം എന്തത്തെ നിർബന്ധം? യോണി. അയ്യോ ത്രേസ്യാമ്മ. ഇപ്പൊ നമ്മള് ബന്ധുക്കളായിട്ടോ കാട്ടലുന്നേ. ഭർത്താവും കുട്ടികളൊക്കെ അതിന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. നന്നായി. അതെന്ത് വേണ്ടാന്ന് വെച്ച്? വേണ്ടാന്ന് തോന്നി അത്ര തന്നെ. ഇപ്പോഴും താമസിച്ചിട്ടില്ല. ഇനി ആവട്ടോ. ഇവിടെ സാമ്പാർ സപ്ലയർ ഇത്തിരി സാമ്പാർ താങ്ങി. നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ? അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തിക്കേട്ടോ. രാമ, ഓ, ചെറുക്കന്റെ അനിയനാ രാമൻകുട്ടി. നീ എന്തേ കാണിക്കുന്നത്? ഞാൻ വിളമ്പാ. വേണ്ട സാറിരുന്നോ, ഞാൻ വിളമ്പാം. നീ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ വിളമ്പാ. സാറിരുന്നോ, ഞാൻ വിളമ്പാം. ഞാൻ വിളമ്പാ. നിങ്ങൾ വേറെ തല പിടിക്കല്ലേ? 2 പേരും കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ. ആ പ്രശ്നം സോൾവ് ആവട്ടെ. മോനെ, കുറച്ച് ചോറിട്ടെ. ആയിക്കോട്ടെ. ഓ ചേട്ടാ, കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ച്. എടോ, തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം.
എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെ എന്ന് ചോദിച്ചതല്ലേ? ചോറും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ. താൻ എന്താ വേഷം കെട്ടെടുക്ക? എന്താ? എന്റെ രാമൻകുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെ എന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചേട്ടാ കുറച്ച് ചോറ്. തൊട്ടപ്പുറത്തെ അലേനെടുത്ത് കഴിക്കടാ. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് തോന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും വിട്ടോ. തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ? ഉണ്ടെങ്കിൽ കല്യാണം കുറി കാണിക്കടാ. വേണോ ചോദിച്ചാ വേണ്ടാന്ന് പറയാ. ഇവനാര്? ഊണ് മാഷ. ചോറ് എനിക്കിനി ചോറ് വേണ്ട. അതെന്താടാ നിനക്ക് ചോറ് വേണ്ടാത്തെ? നീ ഉണ്ണടാ. മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് നിന്നെ ഞാൻ വിടുള്ള. വന്നി രംഗുഞ്ചേട്ടാ പേടിക്കണ്ട, കടക്കാരൊന്നുമില്ല. വാതിലോർക്ക്. ഇവിടെ പലയിടത്തുനിന്നും കടം വാങ്ങിച്ചിട്ടുണ്ടേ, അതുകൊണ്ട് പെട്ടെന്ന് തുറക്കില്ല. പ്രൊഫസറെ ഞാനാ MHS വാസവൻ മാഷാ. മാഷ വരൂ. ഇല്ല, ഞാൻ കേറുന്നില്ല. റിപ്പബ്ലിക് ഡേക്ക് സ്കൂളിൽ ഒരു മാജിക് ഷോ നടത്തിക്കൊള്ളാൻ ഹെഡ് മാസ്റ്റർ സമ്മതിച്ചിരിക്കുക. റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ ജനുവരി 26. അല്ല അതറിയാം. അന്ന് എനിക്ക് വേറെന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ആലോചിക്കുക. 20, 21, 22, 23, 24, 25 പരിപാടി ഉണ്ട്. 27, 28, 29 ഉണ്ട്. 26-നില്ല. മാഷ ഭാഗ്യം. വേറെ ഏറ്റിട്ടുണ്ടെങ്കിൽ ഇല്ല, 26-നില്ല. 3 മാസം മുമ്പ് ഒരു പരിപാടി കിട്ടിയതറിയാം. അതിനുശേഷം ഈ പടിയിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ പരിപാടിയൊക്കെ നീയാണോ നിശ്ചയിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ നിരന്തരമായി എന്നോട് വന്ന് പറയാറുള്ളത് കൊണ്ടാ ഒരു സഹായം ചെയ്യാമെന്ന് കരുതിയത്. മാഷ വരൂ. നീ ഇവിടെ നില്ല്, ഞങ്ങൾക്ക് ഇത്തിരി സ്വകാര്യം പറയാനുണ്ട്. ആ ചെറുക്കൻ ഇത്തിരി പഴയാ. അപ്പോ തുക എന്ത് കിട്ടും? അന്ന് പറഞ്ഞ വാനിഷൻ ബൂട്ടി എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? പെൺകുട്ടിയെ പെട്ടി കിടത്തി അപ്രത്യക്ഷയാക്കുന്ന വിദ്യ. ഉണ്ട്. പെൺകുട്ടി ആൺകുട്ടിയെ അപ്രത്യക്ഷാക്കിയ പോരെ? പോരാ, ഹൈസ്കൂളല്ലേ പ്രൊഫസറെ. സുന്ദരിയായ ഒരു പെണ്ണുകൂടി ഉണ്ടാവുമ്പോഴേ ആമ്പിള്ളാരെ ബഹളം വയ്ക്കാതെയും കൂവാതെ ഇരിക്കുള്ളൂ. എന്നാലേ അവന്മാര് കാശും തരൂ. അല്ല, അത് നിങ്ങൾ അങ്ങനെയല്ലേ അന്ന് പറഞ്ഞത്? അതെ, അത് നമുക്ക് ശരിയാക്കാം. അപ്പൊ തുക വലിയൊരു തുകയൊന്നും പ്രതീക്ഷിക്കണ്ട. എന്നാലും ഒരു 2500 രൂപ. 2500 കൂടി വന്നാൽ ഒരു 300. പിള്ളേരുടെ ഇന്ന് പിരിച്ചെടുക്കണ്ടേ പ്രൊഫസറെ? അയ്യോ, അതുപോരാ. പോരെങ്കിൽ പരിപാടി വേണ്ടെന്ന് വെക്കാം. അല്ല, അതല്ല. ശരി, 300 അങ്ങ് 300. മാഷ ആദ്യമായിട്ട് ഒരു പരിപാടിക്ക് വിളിച്ചിട്ട്. അപ്പോ അഡ്വാൻസ് എന്തെങ്കിലും ഇപ്പൊ തരുന്നുണ്ടോ? ഞാനിപ്പോ കാശൊന്നും കൊണ്ടുവന്നിട്ടില്ല. അല്ല, വേണമെന്നില്ല. ശരി, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, സമയമായി. ബുക്ക് ചെയ്യാൻ വരുന്നവരുടെ മുമ്പിൽ വെച്ചാണോ 3 മാസം മുമ്പാണ് ഇയാൾക്ക് ആകെ ഒരു പരിപാടി കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാ? നിങ്ങളെ തിരക്ക് കണ്ടിട്ട് അയാൾ പോയേനെ. അതാ ഞാൻ സത്യം പറഞ്ഞത്. പട്ടിണി കിടന്നാലും നമ്മൾ നമ്മളെ വെയിറ്റ് കളയാൻ പാടില്ല. ആ ശ്രീദേവി ചേച്ചി മാഷോട് പറഞ്ഞു രംഗൂൻ ചേട്ടന് മാജിക് ഒന്നും അറിയില്ലെന്ന്. ആഹാ, ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. അനന്ത, അമ്മ സ്കൂളിൽ പോവാണ് മോനെ. അനന്ത. ഓ, കേട്ടു. അമ്മ പോയി പഠിച്ച് പാസ്സായിട്ട് വരൂ. മോളെ അമ്മക്ക് ചായ തരൂ. മതി നേരായി. മോളെ ഉച്ചൂണ് ഇന്നലത്തെ മരി വൈകിക്കല്ലേ. പഠിച്ച് തളർന്നിട്ട് അമ്മമ്മ വരിക. മോര് വാങ്ങിച്ചേക്കാൻ മറക്കരുതിട്ടാ. മോളെ അമ്മമ്മയുടെ അക്ഷരമാല പുസ്തകം കണ്ടോ? അയ്യോ, എവിടെ? ഞാനെടുത്ത് വിഴുങ്ങി. മോനെ അനന്ത, നീ അമ്മയുടെ അക്ഷരമാല പുസ്തകം കണ്ടാ? കണ്ടു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓർഡർ കണ്ടു. എന്ത് കടുങ്കയ്യാ നീ ചെയ്യാൻ പോണത്? പിള്ളേച്ചൻ ഈ സമ്പാദിച്ചു കൂട്ടുന്നതിന്റെ യഥാർത്ഥ അവകാശിയാരാ? ആരാ? അയാളുടെ ഒരേ ഒരു മകള് രുക്മിണി. അത് ശരിയാ. അപ്പൊ എന്റെ വീടിന്റെ ആധാരത്തിന്റെ അവകാശിയാരാ? ആരാ? രുക്മിണി. അതെ, അതിന് അവളെ ഞാനത് പ്രേമിച്ചു. ഞാൻ അവളെ കൊണ്ട് പറയിക്കും മാധവേട്ടനെ കെട്ടണം. അവസാനം ഞാൻ അവളെ കെട്ടും. അതോടെ എന്റെ പ്രശ്നം തീർന്നില്ലേ? മാധവ, സ്റ്റേഷനിലേക്ക് കണ്ട് കസേര വേണല്ലോ. സർക്കാരിന്റെ അടുത്ത് പൈസ ഇല്ലേ? ഗോദ്രേജിന്റെ ഇല്ല, തേക്കിന്റെ ആയാലും മതി. ഞാൻ ആ പിഷാരടിയുടെ അവിടെ 2 കണ്ടുവച്ചിട്ടുണ്ട്. ഓഹോ, കേസെടുക്കരുത്. പുതിയ SI ഇന്ന് ചാർജ് എടുക്കുമെന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ പയ്യനാ. ഇതാണ് ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നമ്പൂതിരി.
കള്ളന്റെ കയ്യില് താക്കോല് കൊടുക്കാന്ന് കേട്ടിട്ടുണ്ട്. തൊപ്പി കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. അത് ലാത്തിയും കൈയും ഒരേ ചോറില. ഇവനാണ് ഇവിടുത്തെ പ്രസിദ്ധനായ കള്ളൻ. ഇവർ രണ്ട് ശരീരവും ഒരു ആത്മാവുമാണ്. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? എന്തോ ഞാൻ റിട്ടയർഡ് കള്ളൻ, ഇവന്റെ ഗുരു മുള്ളാണി പപ്പൻ. അതെ, പെൻഷൻ പറ്റിരിക്കുക സാറേ. കാല് നിറയെ ആണിയ, പഴയതുപോലെ ഓടാൻ വയ്യ, അതുകൊണ്ടാ. എന്താടാ നിന്റെ പേര്? മാധവൻ. വലിയ നായരാ. അച്യുതൻ നമ്പൂരി സ്റ്റേഷനിലേക്ക് ചെല്ല്, നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാം. ഓ, വട്ടപ്പേര് പറയടാ. മീശ മാധവൻ. ഇവൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ചാൽ അന്ന് രാത്രി അയാളുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചിരിക്കും. അതാ മീശ മാധവൻ. ഓഹോ, എന്നാ മീശയൊന്ന് പിരിച്ചേ, ഒന്ന് കാണട്ടെ. സാറാവൻ പിരിച്ച അച്യുതൻ നമ്പൂരി. ഓ സാറാ, ഞാൻ പോയിക്കൊണ്ടിരിക്കുക. പോയി പിരിക്കടാ. മീശ മാധവൻ കൊള്ളാം, സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോ നാളെ നമ്മൾ കാണുമ്പോ ആ മീശ അവിടെ കാണരുത്. വടിച്ചിട്ട് വരണം, ക്ലീൻ ഷേവ്, മനസ്സിലായടാ? പഠിച്ചിട്ട് വാടാ. എങ്ങോട്ടാ? വിട്ടോ പറയാം. വരട്ടെ, പോകാൻ വരട്ടെ. വണ്ടി എടുക്കല്ല. അല്ലാതെ എവിടുത്തെ മര്യാദയാ? വണ്ടി കൈ കാണിച്ചെടുത്തിട്ട് വേറെ വണ്ടിയിലാ കയറി പോക്ക്. കൈ കാണിച്ച തോന്നിയോടത്തല്ല വണ്ടി കൊണ്ടുവന്ന് നിർത്തുക. ഏത് മോട്ടോർ വാഹനം? അത് എവിടെ നിൽക്കുന്നൊന്നും ഗ്യാരണ്ടി തരാൻ പറ്റൂല. എന്റെ സൗകര്യത്തിന് നിർത്തണം വണ്ടി വന്ന് എനിക്ക്. ഓടോ. പിന്നെ അങ്ങനെ മൊയ്തീനെ ഞാൻ കുയാക്കിയിരുന്നാലും വണ്ടി ഒന്നാണ് പോട്ടെ. മൊയ്തീന് കൈ നിസ്സാര കാര്യത്തിൽ എന്തിനാ വഴക്ക്? അല്ല, മൂപ്പർക്ക് നമ്മളെ വണ്ടി കയറാൻ സൗകര്യപ്പെടുമെന്നൊന്നും അറിയണല്ലോ. സാർ ഇറങ്ങി ആ വണ്ടി പോയിട്ട് എന്റെ വയറ്റിപ്പഴുപ്പ് മുട്ടിക്കണ്ട. വന്നാട്ടെ. താൻ ഈ നരന്ന് പോളേനൊക്കെ പേടിക്കാൻ പോയാ പിന്നെ ആരെയൊക്കെ പേടിക്കും? പേടിക്കേണ്ടവരൊക്കെ പേടിക്കണ്ടേ സാറേ. കാള പറ്റൂന്ന് കേട്ടാ കയറെടുക്കുന്ന സ്വഭാവം ആ നത്തിന്റെ. നത്തോ നത്തോ മൂങ്ങ ആരെങ്കിലും അവിടെ, സാറ് വണ്ടി കയറി. അപ്പൊ എവിടെ പോണ്ടേ? താൻ വിട്, ഞാൻ പറയാം. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. വേഗം വരണം. ഹലോ, ഇതാര്? വെൽക്കം. എത്ര നാളായി കണ്ടിട്ട്. സോപ്പിടുകയൊന്നും വേണ്ട. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് സംസാരിച്ചൊക്കെ മറന്നോ? മറക്കാൻ നോക്കൂ, ഇമ്പോസിബിൾ. ഇരിക്കും സിലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നെ നിങ്ങളുടെ പഞ്ചാര കേൾക്കാനല്ലേ ഞാൻ വന്നത്. എനിക്കിന്ന് രണ്ടാലോന്ന് അറിയണം. എന്റെ വീട് നിങ്ങൾ ഒഴിഞ്ഞു തരുമില്ലേ? നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത മാറ്റർ ആണത്. ഇന്നൊരു തീരുമാനത്തിലെത്തണം. നിങ്ങൾക്ക് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നടന്നിരുന്ന എന്റെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞു. നല്ല ചെരുപ്പല്ലാഞ്ഞിട്ടാ. ബാറ്റ ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് തേയൂല. എന്നത്തേക്ക് ഒഴിഞ്ഞു തരും? ഡിയർ നായർ, ബിലീവ് മീ, വീട് ഒഴിഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. സൗകര്യപ്രദമായ ഒരു വീട് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 2 കിട്ടണ്ടേ? കിട്ടിയാൽ ആ നിമിഷം ഞാൻ ഒഴിഞ്ഞിരിക്കും. നായരില്ലേ പാവം, അയാൾ വെയിറ്റ് ചെയ്യും. അയാൾ അവിടെ നിൽക്കട്ടെ. ഒരു വീട് ഞാൻ സംഘടിപ്പിച്ചു തന്നാലോ? ആ നിമിഷം ഞാൻ ഒഴിയും, അറ്റ് ദാറ്റ് മൊമെന്റ്. എന്നാൽ ഈ നിമിഷം ഒഴിഞ്ഞു ഞാനൊരു വീട് ശരിയായി കേട്ടാ വരുന്നത്. പക്ഷെ എല്ലാ സൗകര്യം ഉണ്ടോ? കൺവീനിയൻസ്, ഓൾ കൺവീനിയൻസ്. 4 മുറി, അടുക്കള, കക്കൂസ്, ലൈറ്റ്, പൈപ്പ്, ആശുപത്രി, ബസ് സ്റ്റോപ്പ്, സ്കൂള്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടൗൺ ആണോ? ടൗൺ. മുറ്റത്ത് കാർ വരുമോ? ശ്രമിച്ചാൽ അടുക്കളയിൽ വരും. അടുത്ത അമ്പലം ഉണ്ടോ? 2 കിലോമീറ്റർ അപ്പുറത്ത് ഒന്നാന്തരം ദേവീക്ഷേത്രമുണ്ട്. ഓ, 2 കിലോമീറ്ററോ? ദാറ്റ് ഈസ് ടു മച്ച്. ഓ നോ നോ നോ, ആ വീട് ശരിയാവില്ല. അടുത്തൊരു അമ്പലമില്ലാത്ത വീടാണോ? കള്ളമേന്നെ. പിന്നെ എന്നിട്ട് അടുക്കളയിലുണ്ട് അമ്പലം. എത്ര നാളോടെ എന്നെ ഇട്ട് കുരങ്ങളിപ്പിക്കുന്നു പൊട്ടി. ഡോ, വീടിന്റെ ആധാരം എന്റെ പേരിലായിരിക്കും. പക്ഷെ ഞാൻ താമസിക്കുമ്പോ ഇതെന്റെ വീടാ. എന്റെ കുടുംബത്തൊന്ന് വഴക്കുണ്ടാക്കിയാൽ തന്റെ എല്ല് കാണൂല. എന്ന് താൻ എന്നെ കൊല്ലടോ, കൊല്ല്. ഞാനത് ചെയ്യില്ല. പക്ഷെ ചെയ്യാൻ പറ്റിയൊരു എന്റെ കൂട്ടത്തിലുണ്ട്. നീലണ്ട എന്താ മാവ? കണ്ടോ? പുതിയ സർക്കസിലെ ഫയൽവാൻ.
എന്റെ അനന്തരവൻ, സ്വന്തം അനന്തരവൻ. ഒരു മിനിറ്റ് തന്നെ നേരത്തെ എന്താ പ്രശ്നം? പ്രസിഡന്റ് എന്റെ അമ്മാവൻ തന്നെയാ. 6 മാസം എന്ന് പറഞ്ഞിട്ട് വാടക കൊടുത്തതാ. കൊല്ലം 7 കഴിഞ്ഞു. വാടക കൂട്ടിത്തരാൻ പറഞ്ഞാൽ അത് സാധ്യമല്ല. എനിക്ക് എന്റെ പെൻഷനില്ലാതെ വേറെ വരുമാനമില്ല. എന്റെ വീട് ഒഴിഞ്ഞു കിട്ടും. ഒഴിഞ്ഞു തരാൻ എനിക്ക് മനസ്സില്ല. താൻ കൊണ്ട് കേസ് കൊടുക്കും. ആ കേസ് കൊടുക്കാൻ തന്നെയാ പോണത്. ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നോക്ക് ലെറ്റ് സീ. പോടോ. പാമ്പ് പിടിക്കുള്ളൂ. അവന്റെ തലയിൽ ഇടുത്തി വീഴും. മനസാക്ഷി ഇല്ലാത്തവൻ. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ. അല്ല, ഈ പോലീസും കോടതി ഒന്നും ഇല്ലാതെ കഴിച്ചൂടെ? അത് താനാണോ നിശ്ചയിക്കുന്നത്? അതല്ല, സാറിന് വീട് കഴിഞ്ഞിട്ടാ പോരെ. പോലീസും കോടതി ഒന്നും കൂടാതെ ഒരു എളുപ്പ വഴിയുണ്ട്. ഇവനല്ല ഇവന്റെ തണ്ടൻ ഇറക്കി തരാം. അതെന്ത് വഴി? അതൊരു വളഞ്ഞ വഴിയാ. കുറച്ച് കാശിയിൽ പോവും. പറ്റുമോ? കാശില് വയ്യ. എന്നാ 10 മൊയ്തീനെ കൊടുത്താ. ഇയാള് ശൗന്തളയ്ക്ക് പഠിക്കുക, കാലുമ ഗർഭം കൊണ്ടോ? ഇങ്ങോട്ട് മാറേ. ഒരു കാര്യം പറഞ്ഞ സമയത്ത് ചെയ്യരുത്. മനുഷ്യന് ജീവിതത്തിൽ ഉയർച്ചുണ്ടാവണമെങ്കിൽ കല്ലിലും മുള്ളിലും തോണി ഗർഭവനമുണ്ടാ? പോടോ. അതെ, എന്താ ഇവിടെ പാചകത്തിന് വന്നിരിക്കുന്ന ആളല്ലേ? അതിന് എന്നിട്ട് അത്ര വാചകം? ഇയാള് കലവറയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. കല്യാണ വീട്ടിലെ കാര്യസ്ഥനാവാൻ നോക്കണ്ട. ഇവിടെയുള്ള പെൺകുട്ടികളെ ഭരിക്കാനും വരണ്ട. മനസ്സിലായോ? അമ്മയോ? ഇവിടെ പറഞ്ഞ ഈ തെക്കേടത്ത് രാമൻകുട്ടി ഒരു കല്യാണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഭംഗിയാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന സദ്യ മാത്രം ഗംഭീരായ പോരാ. ഇയാളെ കല്യാണം മൊത്തത്തിലും കോൺട്രാക്ട് എടുത്തിരിക്കുക. എന്താ സംശയം? പന്തല കസേര മേശ അലങ്കാര പണികൾ, ഇലൂമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ചെമ്പ്, വാർപ്പ്, ഉരുളി, മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 തരം കറികളും 2 പായസം അടങ്ങുന്ന ഗംഭീര സദ്യയും. തെക്കേടത്ത് ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകൾ. പിന്നെ തന്റെ ഫാദർ തമ്പി സാർ പറഞ്ഞിരിക്കുന്ന ഈ കല്യാണം ഗംഭീരാക്കി കൊടുക്കണമെന്നാണ്. മനസ്സിലായോ? എന്താ രാമൻകുട്ടി, നിന്റെ അച്ചുവേട്ടനെയും പണിക്കാരെ ഇതുവരെ കണ്ടില്ലല്ലോ. അച്ചുവേട്ടൻ ഇന്നെ വരെ ലേറ്റ് ആയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? തമ്പി സാർ ടെൻഷൻ ആവാതിരിക്കെ അവര് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തും. മോളറിയില്ലേ രാമൻകുട്ടിയെ? ഇവരെ വെറും പാചകക്കാരായിട്ട് കാണരുത്. തെക്കേടത്തുകാരെന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടുകാരാ. ഇവർക്കിവിടെ ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. കുട്ടികളോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? ഇവിടെ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ അങ്ങോട്ട് ചെയ്തു. സാറിന്റെ കാര്യങ്ങൾ നോക്ക്. അല്ല, ബാങ്കിലൊക്കെ ഇരുന്ന് ആഭരണങ്ങൾ എടുത്തോ? നാളെ ഞായറാഴ്ച. ഞാനതങ്ങ് മറന്നു. ഉറപ്പിച്ച നന്നായി. കണ്ട, ഈ മറവി ഏത് കല്യാണ വീട്ടിലും പതിവാ. ഈ കുരുന്ന പ്രായത്തിനിടയിൽ 10-300 കല്യാണം നടത്തിയിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി ഇങ്ങനെ പലതും പറയും, ഓർമ്മപ്പെടുത്തും. പക്ഷെ അതിനെ ഇങ്ങനെ പാചകക്കാരന്റെ വാചകം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കരുത്. അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാതാകത്ത് പോയി തടിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുക. ഇവിടെ പോരട്ടെ. ആവശ്യമില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? ഭർത്താവും മക്കളൊക്കെ ഉണ്ട്. ഫാമിലി ലൈഫ് എങ്ങനെ? അങ്ങനെയൊക്കെ തന്നെ. ദഹനക്കാരൻ ഗോവിന്ദനാശാന്റെ എന്റെ മുത്തശ്ശനാ. ഞങ്ങള് പാരമ്പര്യമായിട്ട് ദഹനക്കാരാണേ. ഇങ്ങനെ തെക്കേ കോവിലത്തെ കൊച്ചി തമ്പുരാട്ടിയുടെ കല്യാണത്തിന്റെ അടപ്രഥമന്റെ സ്വാദ് ഇപ്പോഴും എന്റെ നാക്കിലുണ്ട്. ഇപ്പൊ മനസ്സിലായി നമ്മളാരാണാവോ? ഞാനോ? വധുവിന്റെ അപ്പൂപ്പന്റെ കുഞ്ഞമ്മയുടെ നാത്തൂന്റെ അടപ്രഥമൻ തിന്നാൻ വന്ന ആളല്ലേ? ഒന്ന് നിർത്ത നേരെ. കൊറേ നേരായി പല്ലില്ലാണ്ട്. പൂട്ടാ, ചരക്ക് റെഡിയായി. എണ്ണ എടുത്തിട്ട് വാ. എണ്ണ എടുത്തിട്ട് വരാൻ. പിന്നെ ഈ മലക്കരയൊക്കെ ആ ചരക്ക് അടുപ്പേ കയറാൻ പറ. പിടിച്ചേ.
പ്രേതങ്ങളോ അല്ല, ചാത്തനോ കുട്ടിച്ചാത്തനോ അല്ല, ദൈവങ്ങളുടെയോ ജിന്നുകളുടെയോ വേലയല്ല. മായ, സർവം മായ. പ്രൊഫസർ രംഗൂൺവാല ഇതാ ഇതാ തുണിയല്ല തുണി കൊണ്ട്, മറയല്ല മറ കൊണ്ട് നിങ്ങളുടെ കണ്ണ് കെട്ടുകയാണ്. കൺകെട്ട് കൺകെട്ട്. ഇതിലിട്ടോ 1000 രൂപ. 1000 ഉലുവേ. അതിന് പിള്ളച്ചൻ തനിയെ പോയാ മതി, ഞാനില്ല. എന്താ ഈ കാശ് പോരെ? കൂട്ടണോ? കൂട്ടാം. 1 രൂപ 1001 ഒരു കണക്കായിക്കോട്ടെ. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? കേസിനൊരു ബലം കിട്ടണമെങ്കിൽ 25,000 രൂപയെങ്കിലും വേണം. 25,000 രൂപ തൊണ്ടിയെടുത്താൽ ഈനം പേച്ച് ചപ്പടാച്ച്. അതെ, ഇപ്പം പാപ്പച്ചി അതിന് മാൻ തോന്നുള്ള ഉറപ്പാ. അതാ പറഞ്ഞത് 1000 രൂപ പോരാന്ന്. അതിനാ നാറി മാന്തിയ നമുക്കൊന്നും കിട്ടൂല. നേരെ മറിച്ച് 25,000 രൂപയാണെങ്കിൽ 15,000 രൂപ മാന്തിയാലും ബാക്കി 10,000 രൂപ ഉണ്ട്. 5 രൂപ വെച്ച് നമുക്ക് വീതിച്ചെടുത്തൂടെ? എന്നാലും കാശ് എന്റേതല്ലടോ. അതുകൊണ്ട് ചൊളയിറക്കണം, എന്നാലും അവനെ കൊടുക്കാൻ പറ്റൂ. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. നടക്കുന്ന കാര്യം വല്ലതും പറയണോ? നടന്നു പോണ കാര്യം ഞാൻ പറഞ്ഞത്. ഓട്ടോറിക്ഷയ്ക്ക് പോണ കാര്യം ഞാൻ പറഞ്ഞ. അമ്മ ഉണർന്നപ്പോ ഈ പോകും പ്ലാനിംഗ് ഒന്നും നടക്കില്ലേട്ടോ. എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല, ആ ഈപ്പം പാപ്പിച്ചു കൊണ്ട് അവനെ നല്ല അസല് കൊട്ടിൽ ഓടിപ്പിക്കണം. മാധവൻ പൊരയ്ക്കകത്തുണ്ടാവോ അതോ പൂട്ടി വിളിക്കാൻ പുറത്തു പോയി കാണുമോ? സംശയം തീർക്കല്ല. തെണ്ടി, ഒരിക്കൽ കൂടി ഇത് എന്റെ കഴുത്തിലാക്കോ? കിട്ടിയില്ലെങ്കിൽ ഞാൻ തരാം. കുടിക്കടോ. തന്നെ കുഴിച്ചിടാനല്ല, രൂപയാ നാളെ പുറത്തെടുക്കാനുള്ള. കുറച്ച് കുടിച്ചാ മതി. ഇത് മതിയോ? ഇനി ആരും കാണൂല. ഓക്കെ, നാളെ വരുമ്പോ സ്ഥലം തിരിച്ചറിയാനായിട്ടൊരു സാമ്പിൾ വെക്കട്ടെ? ഒന്നും വേണ്ട, തമ്പാ. ഈ പാരയെന്തി? നീ തന്നെ ഒരു പാരയാവോന്ന് എനിക്ക് പേടി. പാടോ. അപ്പൊ എന്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല. ഇതൊന്നും ഇന്ന് മനസ്സിലാവൂല, നാളെ മനസ്സിലാവുള്ളൂ. എന്നാലും നമ്മൾ മണ്ടത്തരം ചെയ്യാൻ പാടില്ലല്ലോ. ഒന്ന് എണ്ണേൽക്കാൻ. പട്ടി വല്ലാതെ കുരയ്ക്കുന്നു. കള്ളന്മാരാരോ വന്നിട്ടുണ്ട്. ഞാനെടുക്കാം. അച്ഛാ, എനിക്ക് പേടിയാവുന്നു. പോരുത്. അതെ, ഞാൻ നാരായണനാണ്. നത്തന്റെ അച്ഛൻ. അങ്ങനെ വിളിച്ച് അടിച്ച് പല്ലിയാൻ കൊഴിക്കും പന്നി. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങ. പുറത്തെ കടുവ നിൽക്കല്ലേ? വളർത്തുമ്പോ ഇത്തിരി മര്യാദക്ക് വളർത്തിക്കൂടെ? പട്ടിയാണെങ്കിൽ എന്ത്? എന്നെ നിലം തൊഴിച്ചിട്ടില്ലെന്നേ. കൊച്ചകത്തേക്കല്ലേ? നിങ്ങൾ പോയി കിടന്നോ, ഞാൻ കൂടെ അല്പം സംസാരിക്കാനുണ്ട്. 2000 രൂപ തരണം. പോലീസ് കേസുണ്ടായ ആ ചിലവും വായിക്കും. എന്തിന് 2000 രൂപ? വീട് ഒഴിപ്പിച്ച് താക്കോല് കൈ തരും. ഇന്ന് രാത്രി വേണോ അതോ നാളെ വേണോ? അക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. തൽക്കാലം ഇവിടുന്ന് ഇറങ്ങി പോയാ മതി. എങ്കിൽ എന്റെ കാശ് എന്നൊക്കെ ഞാൻ പോയേക്കാം. നിങ്ങൾ ഇതിൽ ഇടപെടണ്ടെന്ന്. പിന്നെ കാശ് ഇടപെടാൻ ഞാൻ തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് എടുക്കുന്ന ചരിത്രം നാരായണനില്ല. വീട് ഒഴിപ്പിച്ചാലും ശരി, ഇല്ലെങ്കിൽ ശരി, എനിക്ക് എന്റെ കാശ് കിട്ടണം. ചോര കണ്ട് പേടി മാറിയവനാണ് നാരായണൻ. അതാരും മറക്കണ്ട. ഒഴിപ്പിക്കണോ വേണ്ടയോ? രണ്ടായാലും കാശിന് കുറവില്ല. എന്ത് തീരുമാനിച്ചു? എന്നാ പിന്നെ ഒഴിപ്പിച്ചിട്ട് മതി. ഇന്ന് വേണോ നാളെ വേണോ? നാളെ മതി. അപ്പോ പട്ടിയെ ചങ്ങല കിട്ടാൻ ഞാൻ വരാന്തേ കിടന്നോളാം. നിങ്ങൾക്ക് വാലടച്ചകത്തിരുന്ന് സുഖമായിട്ട് ഉറങ്ങാം. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
2000 മുതലിക്കില്ല, 2500 വേണം. 2000 സമ്മതിച്ചല്ലേ? പക്ഷെ ഇവിടെ ഈ തടിയുള്ളവരെ നിങ്ങൾ പറഞ്ഞിരുന്നോ? ഒരു കാര്യം ഉറപ്പാ, ഏതായാലും 2 അടി പൊട്ടു. ചിലപ്പോ ആശുപത്രി ചെലവ് നിങ്ങൾ വഹിക്കേണ്ടി വരും. സമ്മതിച്ചോ? സമ്മതിച്ചോ? സമ്മതിക്കാതെ പിന്നെ എന്താ നിവർത്തി? അനജിന് സംസാരിക്കും. എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊഴിയണം ഈ നിമിഷം. കേസ് കൊടുക്കുന്നല്ലേ പറഞ്ഞത്? നമുക്ക് കോടതി കാണാം. അല്ലാ നീ ഒഴിയില്ല അല്ലടാ. ഞാൻ ഭാസ്കരൻ നായരോടാ സംസാരിക്കുന്നത്. നീ ആരാ? ഞാൻ ആരാണെന്നോ? എന്നെ നിനക്കറിയില്ല. അറിഞ്ഞാ നീ വറയ്ക്കും. ചോര കണ്ട് കൊതിമാറിയവനാടാ ഈ നാരായണൻ. എന്നെ തൊട്ടവന്റെ ശവ ഇവിടെ വീഴും. ചട്ടിങ്ങലൊക്കെ എടുത്ത് ഇറങ്ങും, അല്ലെങ്കിൽ കുമ്പളങ്ങ ചവിട്ടുന്ന ചവിട്ടും. ഈ തടിയൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇറങ്ങണം. വേണം. മിണ്ടിപ്പോറത് മിണ്ടിയ നാക്കാൻ ചവിട്ടി പറിക്കും. പോലീസിനെ വിളിക്കാം. പോലീസ് നാരായണ പുല്ലാടാ, പുല്ല്. വാടാ വാടാ. അടുക്കരുത് അടുക്കരുത്, അടുത്താൽ അപകടമാണ്. പച്ചയിറക്കിലേക്ക് ഇരുന്ന പോലെ ഞാൻ കീറും. ചോരക്കളവാവിടെ നിന്റെ 6 ഇരട്ടികളെ ചുരുളിപ്പരമുന ഒറ്റ ചവിട്ടിന് വീട്ടിയോടാ ഞാൻ. ബ്ലാക്ക് ബെൽറ്റ് റോയെ ഒറ്റയിടിക്ക് പെൻസിൽ വരെ നുറുക്കിയവനാണ് ഞാൻ. അടുക്കരുത്. പോടാ. നായരെ, 1 മിനിറ്റ് സമയം തരണം. ഒരു വണ്ടി വിളിക്കാനുള്ള സമയം. ഞങ്ങൾ പോകോളാം. സത്യമാണോ? ഈശ്വരനാണ് സത്യം. വണ്ടിയിൽ സാധനങ്ങൾ കയറ്റി വീട് പൂട്ടി താക്കോലിന്റെ കയ്യിൽ തന്നിട്ടേ നാരായണൻ പോകൂ. മതി. ആ പിശാചെല്ലാം നശിപ്പിക്കും. ഒന്ന് നിർത്താൻ പറയും. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നോ നോ, അതിന്റെ ആവശ്യമില്ല. മതി നാരായണ, മതി. അയാൾ പോകാൻ സമ്മതിച്ചു. 1 മണിക്കൂർ സമയം കൊടുക്കും. നിങ്ങൾ സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചു. കൈയുടെ തരിപ്പ് തീർന്നില്ല. കൊടുകൈ. എന്തിന്? കൈ കൊടു. പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. ഓക്കേ ഓക്കേ. ചിലപ്പോ പേഷ്യൻസ് ആയിരിക്കട്ടെ. എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായത്? എന്ത് പ്രശ്നം? അല്ല, ഇവിടെ കള്ളം കയറിയെന്നോ മച്ചു പൊളിച്ചെന്നോ എന്താ ഉണ്ടായത്? പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ആരും എന്നെ ഫോൺ വിളിച്ചിരുന്നു. പേര് ചോദിച്ചപ്പോഴേ കട്ട് ചെയ്തു. ചുമ്മാതി അച്ചു. 10 മണിയായപ്പോ തുടങ്ങിയതാ മോളെ കാണണമെന്ന് പറഞ്ഞ് ബഹളം. നാളെ രാവിലെ പോകാമെന്ന് ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കി. സമ്മതിക്കണ്ടേ? കിടന്നിട്ട് ഉറക്കം മന്നില്ലടാ അച്ചു. പിന്നെ ഞാനെന്താ ചെയ്യാ? മോളെ, അച്ഛൻ നിങ്ങളുടെ ഉറക്കം കളഞ്ഞോടി. ആരുടെ ഉറക്കം കളഞ്ഞില്ല. തൽക്കാലം നമ്മൾ ഇന്ന് ആരും ഉറങ്ങുന്നില്ല. നേരം വെളുത്തിട്ടേ പിരിയുന്നുള്ളൂ. മണവാട്ടി പെണ്ണിന്റെ വീട്ടുകാർ ആദ്യമായിട്ട് ചെറുക്കന്റെ വീട്ടിൽ വന്നാലേ നമുക്കിന്ന് ആഘോഷമാക്കണം. അച്ചു, നീ പറഞ്ഞാ ശരി. വേഗം പോയതിനുള്ള ഏർപ്പാടാണ്. ഒരു 5 മിനിറ്റ് ഇപ്പൊ എത്തിക്കഴിഞ്ഞു. നാളെ ആശുപത്രി ചെന്ന് ആള് മാറി ഓപ്പറേഷൻ നടത്തരുത്. ഞാൻ ഒരാഴ്ച ലീവാ. രാമകുട്ടി, രാമ, അടി മേടിക്കാണ്ട് പോടാ. എടാ തമ്പി സാറും വീട്ടുകാരും വന്നിരിക്കുന്നു. അടി പിടിച്ചിട്ടുണ്ടാവും. നല്ല ചട്ടം കൊണ്ട് ഇളക്കി കൊടുത്താ മതി. എവിടെ ഇവൻ ആന കുത്തിയാലും എഴുന്നേക്കില്ല. അച്ചേട്ടാ, ഐ ലവ് യു. യു ലവ് യു. ഓക്കെ മൗലവി. കഴുത മുത്തശ്ശന്റെ. ആഹാ, കലാപരിപാടികൾ തുടങ്ങിയല്ലേ? അപ്പൊ ഇന്ന് നേരം വെളുത്തിട്ടേ പിരിയൂ. ഈ ഡോക്ടർ രാമൻകുട്ടിയെ പോലെ തന്നെയാണോ? കഴിക്കില്ല. ഞാൻ കഴിക്കാൻ രാമൻകുട്ടി സമ്മതിക്കില്ല. ഈശ്വര, ഇതെവിടുന്ന ഈ മണം? അതെ, മദ്യത്തിന്റെ മണം തന്നെ. എന്റെ ഈശ്വര, ഈ തറവാട്ടിൽ കുടിക്കേ ഞാൻ ശരിയാക്കി തരാൻ. ഇത് ഇവിടെ ഇരുന്നോട്ടേട്ടാ. എന്താ ഇത്? വേസ്റ്റ് ഗ്ലാസ്സാ. വേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാനാ. സോഡ ഒഴിക്കാണ്ട് കുടിച്ചാ കൂമ്പ് പാടും. കുറച്ചും കൂടി. കുറച്ചും കൂടി മതി. കുറച്ചും കൂടി മതിയല്ലോ. സോഡ വേണ്ടേ? നിങ്ങൾ കുടിച്ചോ. അച്ചേട്ടാ, ഞാനൊന്ന് മുള്ളിയിട്ട് വരാം. ശരിക്കും ഉപ്പ് നോക്ക്. 12
എനിക്ക് കിടന്ന് ഉറങ്ങണം. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, സത്യമായിട്ടും. ഉറക്കപ്പിച്ചൊന്നുമല്ല, അവന്റെ സ്ഥിരമായിട്ടുള്ള ബാത്റൂം ഇതാ. പകലും അവൻ ഇവിടെ തന്നെ ഒഴിക്കണേ. ഞാൻ രാധികച്ചിയുടെ വീടൊക്കെ ഒന്ന് കാണട്ടെ. പോയിട്ട് വരൂ, അപ്പോഴേക്കും ഞങ്ങളിത് കാലിയാക്കിക്കോളാം. എനിക്ക് കുറച്ച് ഒഴിച്ചേക്ക്, കുറച്ച് മതിട്ടാ. മോശമായി പോയി, ഞാൻ ലൈഫിൽ മൂത്തൊഴിക്കില്ല. ഹലോ, ഹനുമാന്റെ ലങ്കാദാനം കാണിക്കാൻ മേക്കപ്പ് ഇടാ, ചതിക്കല്ലേ? വാ, എന്റെ അമ്മോ, ഇതിന് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, നേരെ കാണുന്നതിലും ഭംഗി ഈ ഫോട്ടോയിൽ കാണുന്നതാ. ഇയാളെ തട്ടപ്പാരയ്ക്ക് കുടുംബത്തിൽ കയറുന്ന മനുഷ്യ കളിയാക്കാനാ? ഇയാൾ എന്റെ മുറിയിൽ നിന്ന് പോയെ. ഒരു പുരുഷന്റെ മുറിയിൽ പാതിരാത്രിക്ക് ഒരു പെങ്കൊച്ചിങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല. ഓ, ഒരു വലിയ പുരുഷൻ. എന്തായാലും വല്ല സംശയം ഉണ്ടോ? ആ, സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സംശയം ഉണ്ടെങ്കിൽ ഇയാളൊന്ന് പോയെ. രാമൻ ഇയാളുടെ... ഓ, ഞാനാണ് രാമൻ. അല്ല, ഞാനാ. രാമൻകുട്ടിയേ, മുത്തശ്ശൻ വിളിച്ചത് എന്റെ ഭാഗ്യം, അല്ലെങ്കിൽ കാണായിരുന്നു. ആരാ അവിടെ വന്നിരിക്കുന്നത്? രാധികേടത്തിന്റെ വീട്ടിൽ നിന്നാ. നേരോ? ആ, പക്ഷെ ആ മുത്തശ്ശി വന്നിട്ടില്ല. എങ്കിൽ ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞാ മതി. ചേടാ, വയസ്സാം കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നാവോ? നീ മനുഷ്യന്റെ ഉറക്കം പോടാ. ഓ, കിടക്കണ കണ്ടാ ഉണങ്ങിയ കാമദേവൻ. കാമദേവൻ കൈയൊക്കെ മടക്കി വെച്ച് രാമനാമം ചോദിച്ചു കിടന്നോ. ഒന്നാം മല കയറി പോകണ്ടേ, അത് തമ്പി സാർ കുറെ ആളായല്ലേ ഒന്നാമല എന്ന് പറയും. എന്താ തമ്പി സാറേ ഒന്നാമല? നീ എന്നെ എന്താ വിളിച്ചത്? തമ്പി സാറേന്ന്. അനിയന്റെ ഭാര്യയുടെ അച്ഛനെ സാറേന്നോ? എന്താ? എടാ തമ്പിന്ന് വിളിയടാ. എടാ തമ്പിന്ന് വിളിക്കാം. അച്ചു എന്റെ സ്വഭാവം മാറും. എടാ തമ്പിന്ന് വിളിക്കില്ല. ആ, ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ. ഇതാണ് പിടിച്ചേ. ഇനി നമുക്ക് സമയം കളയാണ്ട് അച്ഛന്റെ തലയും കുത്തിപ്പാട്ടിനേക്കാൾ ഗംഭീരമായ ഒരു കവിതയാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത്. നമ്മുടെ രാംകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല, ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. അവന് സമയം കൊണ്ട് കവിത എഴുതിയ മോള് വായിക്കേ. ആധുനിക കവിതയാ, ആരും ഞെട്ടരുത്. സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. മോള് വായിക്കേ. അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ, കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ, എങ്കിലും സോദര ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. എന്നോട് ചോദിക്കാതെ കുട്ടിയോട് കവിത എടുക്കാൻ ആരാ പറഞ്ഞ? അല്ല രാമൻകുട്ടി, എനിക്കൊരു സംശയം. ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാടാ തേങ്ങാക്കുലകൾ ആടണേ? ഇത് ഞാൻ കറക്റ്റ് ചെയ്യാത്ത കോപ്പിയാ. അല്ല, കോപ്പിയാ. തേങ്ങാക്കുല ആടുന്നു എന്നല്ല, തേങ്ങാക്കുലയിലാടും. അതെ അതെ, ചെന്തെങ്ങിന്റെ കുലയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. നീ എവിടെ നിന്ന്? മോള് വായിക്കുമോളെ. ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. അയ്യോ, കളഞ്ഞല്ലോ. ഈ വർഷത്തെ വയലാർ അവാർഡല്ലേ കിടക്കുന്നത്. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, ടീൻവിഡിന്റെ കൊലയാണെങ്കിലും ആടും, നടന്നീങ്ങിന്റെ കൊലയാണെങ്കിൽ ആടില്ല. ഞാൻ സമ്മതിക്കില്ലടാ. അച്ചുവേ, നേരം വെളുക്കാറായി, ഞങ്ങൾ അങ്ങ് ഇറങ്ങും. നിങ്ങൾ നടന്നു. അച്ചു, എനിക്ക് സന്തോഷായി. ഇനി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം. ഹലോ മഹാകവി, ചെന്തെങ്ങിനെ കൊണ്ട് ഞാൻ ടീൻവിഡിനെ കല്യാണം കഴിപ്പിക്കും. ഓ എന്റെ പോഞ്ഞിക്കരെ. എന്താ രാമൻകുട്ടി, മോനെ നീ വന്ന്. ചെല്ലടാ. നാളെ രാവിലെ നീ വീട് വരെ ഒന്ന് വരണം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പോ ഗുഡ് മോർണിംഗ്. നാളെ നിന്നോട് ചെല്ലാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയോ? എന്തിനാ? എനിക്കത് അറിയാമെങ്കിൽ നിന്നോട് ചോദിക്കൂ. പിന്നെ അവള് നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു. നാളെ നീ ചെല്ലുമ്പോ മുണ്ടെടുക്കരുത്. അയ്യേ, എടാ പാന്റ് ഇട്ട് ചെല്ലാൻ. പിന്നെ അവള് പറയുമ്പോ ഞാൻ അനുസരിക്കാതിരിക്കല്ലേ? എന്റെ പട്ടി പാന്റ് ഇടും. കണ്ടില്ലേ, ഈ ചിത്രത്തിൽ വെച്ചാ കിട്ടി, ഈ പുള്ളിയിൽ വെച്ചാ പോയി, നോക്കി വെച്ചാ കിട്ടി, നോക്കാതെ വെച്ചാ പോയി. ധൈര്യമായിട്ട് വെച്ചോളൂ. കമ്പനി കടിച്ച് കണ്ടോ, ഇതുപോലെ ശ്രദ്ധിച്ച് വെച്ചാൽ കിട്ടും. വളരെ സൂക്ഷിച്ച് കളിക്കണം. കണ്ണ് തെറ്റിയാ കമ്പനിക്ക് സൂക്ഷിക്കാം. രാജാ ഇനി ആരുമില്ലേ? കമ്പനി കടിച്ച് ശ്രദ്ധിച്ച് വെച്ചാൽ കിട്ടി, നോക്കി കളിച്ചോളൂ. ഇതാ ഒരിക്കൽ കൂടി ഒരു ഭാഗ്യ പരീക്ഷണം. വെക്കണില്ലേ? ആരുമില്ലേ?
വെച്ചോളി 100 നിങ്ങൾ വെക്കണ്ട പോയിക്കോളി. എന്താ വേണ്ട ഇവിടെ വെക്കണ്ട. അടിച്ച് 200 രൂപ ഇവിടെ. ഇത് ചെറിയ കളിയാന്ന്. എന്താ ഞാൻ വലിയ കളിക്കാരനാ? പറഞ്ഞിട്ട് പറയല്ല, ഞങ്ങൾ ലോക്കലായിട്ട് 200-300 രൂപ കളിക്കാം. പുതിയ വർത്താനം പറയാം. ഒന്നിച്ച് നിന്നാ നമുക്ക് രക്ഷപ്പെടാം. ബാക്കി പിന്നെ പറയാം. പാലത്തിന് താഴോട്ട് ചാടിക്കോ. ഒരു പരസ്യം കൊടുക്കേണ്ടിരുന്നു. ആരാതിന്റെ ആള് അവിടെ നമസ്കാരം. ഞങ്ങളെ നിങ്ങളെ പേപ്പറിന് ഫസ്റ്റ് ക്ലാസ് ഒരു പരസ്യം തരാൻ വേണ്ടി വന്നതാ. കീലേരി അച്ചുവേട്ടൻ. ഒരു ഫുൾ പേജിന് എന്ത് ചാർജ് വരും സാർ? ബാക്ക് പേജ് ആണെങ്കിൽ 1,00,000 രൂപ, അകത്താണെങ്കിൽ 60,000 50,000 അങ്ങനെ പോകും. നമുക്ക് ഫുൾ പേജ് വേണ്ടി വരുമോ? വേണ്ടി വരില്ലേ? താങ്കളുടെ അഭിപ്രായം എന്താ? അല്ല, താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ. അല്ല, താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റൂ? അല്ല, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ട് താങ്കളുടെ അഭിപ്രായം കേൾക്കണ്ടേ? ഞാൻ പറയാം. ഓ, അപ്പോഴേ തൽക്കാലം ആരും ഒന്നും പറയണ്ട. നിങ്ങൾ പോയി ആലോചിച്ച് പിന്നെ വന്ന് പറഞ്ഞാൽ മതി. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. വന്ന കസ്റ്റമറെ പിരിച്ചു വിട്ടിട്ടല്ലേ വേറെ ജോലി? നിങ്ങൾ പോണം. സാർ, ഫുൾ പേജ് വേണ്ട, അത് പിന്നെ മതി. ഒരു തുടക്കം എന്നുള്ള നിലയിൽ അതൊരു ചെറിയ പരസ്യം മതി. ഈ അരയിഞ്ച് 4 ഇഞ്ച് ടൈപ്പ് 50 രൂപയ്ക്ക് താഴെ വരുന്ന ക്ലാസിഫൈഡ് പരസ്യങ്ങളൊക്കെ അവിടെ കേശവൻ എന്ന് പറയുന്ന ആളുണ്ട്, അയാളോട് പോയി പറയും. ഓ, മൂപ്പര് വലിയ പരസ്യത്തിന്റെ ആളായിരിക്കും. ഇവൻ വരട്ടെ. കണ്ണാടി പെണ്ണ് നല്ല പണിയാ കാണിച്ചത്. കാലത്ത് ഒന്ന് ക്ഷമ പറയാന്ന് വെച്ച് അന്വേഷിച്ചപ്പോ ഒന്ന് യാത്ര പോലും പറഞ്ഞില്ലല്ലോ. ഓഹോ, ഇവളാണില്ല അവള്. തല്ലിയതിൽ ഞാൻ മാപ്പി ചോദിക്കുന്നു. ഓ, അതൊന്നും സാരമില്ല, ഞാൻ പോട്ടെ. അല്ല, അങ്ങനെ പറയരുത്. പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു അവസരം തന്നേ ഒക്കൂ. അതിനു മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായി. ഞാൻ നിങ്ങളെ ദ്രോഹിച്ചു, നിങ്ങൾ എന്നെ ശപിച്ചു, അത്രയല്ലേ ഉള്ളൂ. അതെ, മനുഷ്യനെ ശിക്ഷിക്കാനുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. എങ്കിൽ നിങ്ങളാണ് ആ ദൈവം എന്ന് ഞാൻ കരുതിക്കോളാം. പോരെ? പോരാ, ദൈവത്തിന്റെ ഒപ്പം ഇരുന്ന് ഒരു കപ്പ് കാപ്പിയെങ്കിലും കുടിക്കാതെ പോകാൻ പറ്റില്ല. അതെ, വന്നാട്ടെ. കീലേരി അച്ചുവേട്ടൻ മഹാറൗഡിയ. കൈവിട്ടോളൂ, കുട്ടി വരും. പ്ലീസ്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. കാപ്പി കുടിക്കാതെ വിടില്ല. എന്നെ തന്നെ ഇങ്ങോട്ട് വാരേ. അച്ചോട്ട, ഇവിടെ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. ഇവനെന്തെങ്ങനെ നോക്കി പേടിപ്പിക്കണേ? വിട്ടുകളാ. അന്ന് തിരക്കിനിടയിൽ ചോദിക്കാൻ മറന്നു, എന്താ കുട്ടിയുടെ പേര്? സുജാത. ആ, അന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി പുറകെ നടന്നവനെ പിന്നെ കണ്ടിരുന്നോ? കല്യാണോ? ആ, അതെ അതെ, കല്യാണം. അയാളെ പിന്നെ കണ്ടില്ല. അല്ല, കണ്ടാ ഞങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ. അപ്പോ ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. പത്രോഫീസിലാണോ ജോലി? അതെ. അല്ല, ഒരാളിനെ കാണാൻ പോയതാ. അല്ല, ഈ ചായക്കാരൻ എവിടെ പോയി കിടക്കണേ? ഇവ ചത്തോ? ഏത് സ്ഥലം? വെള്ളമാരുതില്ലേ? ആ, അത് ശരി. അപ്പോ പ്രതിഫലം അപ്പൊ തന്നെ കിട്ടൂലല്ലേ സാർ? അത് ശരി. ഓ, ഓക്കെ. ഇവിടെന്താ കല്യാണ നിശ്ചയം മറ്റാണോ? അതെ, അനിയത്തിയുടെ. നിങ്ങളാരാ? മാധവന്റെ ഏട്ടനാ. ക്ഷമിക്കണം, ഈ ഭഗീരഥൻ പിള്ളയുടെ കുറെ കാശ് കഴിഞ്ഞ രാത്രി മോഷണം പോയി. മാധവനെയാ അദ്ദേഹത്തിന് സംശയം. കേറി തപ്പ്. ഇവൻ എന്താ ഈ കാണിക്കുന്നത്? അകത്തല്ല, പുറത്ത്. പുറത്തല്ലേ? സാറേ, മാറിക്കടാ. എന്താടാ ഇവിടെ? കുഴി മാന്ത്ര.
തുറക്കടാ. ചക്കക്കുര സാറേ, മുളപ്പിക്കാൻ വേണ്ടി ചാണകത്തിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ടാ ഇവിടെ. അത് എടാ പരമദ്രോഹി, എന്റെ 25,000 രൂപ നീ എവിടെ കൊണ്ടാടാ പൂഴ്ത്തിയത്? അതൊന്നുമില്ല സാർ, ഇവിടെ തന്നെ ഉണ്ട് സാർ. പറയടാ, എവിടെയാടാ കാശ് ഒളിപ്പിച്ചത്? എന്റെ സാറേ, എടുത്താലേ ഒളിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. കള്ളം പറയുന്നോടാ. നീ പറഞ്ഞിട്ടല്ലേ 25,000 രൂപ ചക്കച്ചോള പോലെ എണ്ണിയാൻ ഇവിടെ കുഴിച്ചിട്ട്? ചൊളയും പോയി, രൂപയും പോയി, കുരു മാത്രം പോയിട്ടില്ല. എന്നാൽ എത്ര കുരു ഉണ്ടാവും? കൊരങ്ങൻ. ഒരു പ്ലേറ്റ് ഇറച്ചും കൂടെ എടുത്തേ. ഇത് എത്രാമത്തേടെ നാരായണ? തനിക്ക് മുടക്കൊന്നുമില്ലല്ലോ. എന്നാലും ഒരു മര്യാദ വേണ്ടേ? കഴിക്കട്ട് പയലിച്ചേട്ടാ, ഒറ്റ തടിയല്ലേ. എടാ നാരായണ, നിന്നെ അന്വേഷിച്ച ഒരാൾ വന്നിരിക്കണേ. ആരാണെന്ന്? നീ ആള് കാഞ്ഞ വിത്താണല്ലോടാ. ഞങ്ങളെ ഒന്ന് അറിയിക്കാൻ നീ കാര്യം ഒപ്പിച്ചോളഞ്ഞല്ലേ? ദേ ഇവിടെ ഉണ്ടിട്ടാ. എന്റെ നാരായണൻ ചേട്ടാ, എന്നെ ഒറ്റയ്ക്കാക്കി പറ്റിച്ചു പോകുന്നില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കരയില്ലെന്ന്. എന്ത് പ്രശ്നമായാലും നമുക്ക് സമാധാനം ഉണ്ടാക്കാലോ. എന്ത് കഷ്ടാടാ നീ കാണിക്കണേ? കെട്ടി പെണ്ണിനെ ആരെങ്കിലും കരയിപ്പിക്കോ? അത് ഞാനങ്ങനെ ശരിക്കും കെട്ടിയിട്ടൊന്നുമില്ല. അത് കൊള്ളാവില്ലോ. ആരാ പറഞ്ഞ എന്നെ കെട്ടിയിട്ടില്ലെന്ന്? കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടിയതും മാല ഇട്ടതും ഒക്കെ അങ്ങ് മറന്നോ? ഏത് കൃഷ്ണൻ? ഭഗവാൻ കൃഷ്ണൻ. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയുകയും ചെയ്തു. നേരാണോടാ ഇവിടെ പറയണത്? മാലയിട്ട് നേരാണ്. ഒരുമിച്ച് കുറച്ചു ഒരു വീട്ടിലുണ്ടാകുകയും ചെയ്തു. പക്ഷെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവരുടെ കെട്ടികളൊന്നുമല്ല. അയ്യോ എന്റെ ഈശ്വരാ, ഞാൻ ചാവേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇപ്പൊ കിട്ടും. ഇവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല. ഇത് എന്റെ കടയാ. ഭാര്യം ഭർത്താവ് വേഗം പുറത്തേക്ക് ഇറങ്ങിയേ. എത്ര കാശായി? 19 രൂപ. നാരായണേട്ടാ, അവിടെ നിൽക്കുക നാരായണേട്ടാ. ഇത് എങ്ങോട്ടായി പോന്നെ നാരായണേട്ടാ? എങ്ങോട്ടാ നാരായണേട്ടായി പോന്നെ? എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകും. എനിക്ക് വീടില്ലടി. എന്നാ എന്റെ കൂടെ വാടക വിടാനല്ലേ നമുക്ക് അവിടെ കഴിയാം. ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നേ? എന്നെ നാട്ടിക്കാൻ വന്നിട്ടല്ലോ. ചവിട്ടി ഒരു കൊടുക്കണം ഞാൻ. എടാ നാരായണ, അവള് പറയുന്നു. അവന്റെ അമ്മയുടെ ഒരു മദ്യസ്ഥം. എന്നോട് കളിച്ചാണ്ടല്ലോ, കൊന്നേം കടലിൽ തത്തും. ഇനി മേലാൽ ഈ പരിസരത്ത് കണ്ടുപോരും. 100 രൂപയോ? ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നേ? ഞാൻ പോട്ടെ, എന്നെ മറക്കരുത്. ഒഴിവ് കിട്ടുമ്പോ അങ്ങോട്ട് വരണം. ഞാൻ കാത്തിരിക്കും. കള്ളൻ വാങ്ങണ്ടില്ലേ ഒരു ഗൗരവം? ഒന്ന് ചിരിച്ചു പോട്ടെ. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അവള് കേട്ടില്ലോ. അപ്പോഴേക്കും അവളുടെ ഒരു ഉണ്ണി. അവനെ എയർപോർട്ടിൽ കൊണ്ടവൻ എന്റെ പട്ടി പോവും. ഗൗരി പറഞ്ഞിരുന്നു എന്നെ യാത്രയാക്കാൻ രാമൻകുട്ടിയും കൂടെ ഉണ്ടാവുന്നു. ഏതായാലും വന്നതിൽ സന്തോഷം. ഓ, രാമൻകുട്ടി ഇയാളെ യാത്രയാക്കാൻ വന്നൊന്നുമല്ല. തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരുമ്പോ എനിക്കൊരു കൂട്ട്, അത്രേ ഉള്ളൂ. പിന്നെ ബാംഗ്ലൂർ എത്തി ഉടൻ വിളിക്കണം. അതല്ല അവിടെ ചെല്ലുമ്പോ നീ എന്നെ മറക്കോ? നിന്നെ മറക്കാനോ? പിന്നെ എനിക്ക് നാട്ടിൽ വന്ന് ജീവിക്കണ്ടേ? ഇനി എന്നാ ആശം തിരിച്ചു വരുന്നേ? ഇനി കല്യാണത്തിന്. കല്യാണത്തിന് പന്തലും സദ്യയൊക്കെ നമ്മുടെ രാമൻകുട്ടിയുടെ വക. എന്തേ? അതെ, ഇവരുടെ സദ്യയെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും ഉണ്ണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതായാലും കല്യാണത്തിനാവട്ടെ അല്ലേ രാമൻകുട്ടി? നിന്റെ 16 പാട്ടി. എന്താ രാമൻകുട്ടി വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല, 16 മണിക്ക് എനിക്ക് സ്ഥലം വരെ പോകാനെന്ന് പറഞ്ഞു. 16 മണിയോ? എന്ന് വെച്ച 4 മണി റെയിൽവേ ടൈം. ഞാൻ വിചാരിച്ച് ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? എന്റെ ഡ്രൈവിംഗ് തെറ്റണു. ബാഗ് ഞാൻ എടുത്തു തരാം. ഞാൻ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. എന്റെ ചാത്തമാരെ, മൊട്ടയിലെ കൂടോത്രം വലിച്ചേക്കണേ. പോകുന്ന വഴി ചെറിയ അപകടം ഉണ്ടാക്കി ഇവനെ വികലാങ്ങനാക്കി ഇവരുടെ പ്രണയം നശിപ്പിച്ചേക്കണേ. എന്താണ് അവ ഉണ്ടാവുക? എനിക്ക് ആലോചിക്കും ചിരി വരിക. ഹാൻഡിൽ വിത്ത് കെയർ. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷനോ? ഒരാൾ ഒരു സാധനം തരുമ്പോ ആദ്യം പറയേണ്ടത് താങ്ക്സ് എന്നാണ്. ഇതൊന്നും അറിയാതെയാണോ ചെറിയ ഷർട്ടും വലിയ കട്ട പാൻറ്റൊക്കെ ഇട്ട് ബാംഗ്ലൂരിൽ ജീവിക്കണത്? ഇറ്റ്സ് ടു മച്ച്. ഞാൻ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായില്ലല്ലേ? മനസ്സിലാവില്ല. ആർക്കും അങ്ങനെ മനസ്സിലാക്കാൻ അവളത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കില്ല. അതാ ഗൗരിയുടെ ക്യാരക്ടർ. മുറച്ചെറുക്കനാണെങ്കിലും രാമൻകുട്ടി വിചാരിക്കുന്ന പോലുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഞങ്ങൾ തമ്മിലില്ല. എല്ലാം നിങ്ങളെ ടെൻഷനാക്കാൻ അവള് കാണിച്ച കുസൃതികളാ. ഞങ്ങൾ തമ്മിലുള്ള പ്രേമം ഗൗരി പറഞ്ഞൊരു കള്ളം മാത്രമാണ്. ഞാൻ തന്നെ ഇത് രാമൻകുട്ടിയോട് പറയണമെന്ന് അവൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ
എന്നെ യാത്ര അയക്കാൻ നിങ്ങളെ കൂടെ കൂട്ടിയത്. നിങ്ങളെ കണ്ടത് മുതൽ എല്ലാ കഥകളും ഗൗരി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗൗരിക്ക് ഈ രാമൻകുട്ടി ഇഷ്ടം, ഒരുപാട് ഒരുപാട് ഇഷ്ടം. അതെ, ഉണ്ണി എന്നോട് ക്ഷമിക്കണം. കിട്ടിയ സമയത്തിനുള്ളില് കാറിന്റെ ബാക്കിൽ നിന്ന് ഞാൻ വൃത്തിയോട് കാണിച്ചു. എന്ത്? നിങ്ങൾ തമ്മിൽ ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മൊട്ടയിൽ ഒരു സാധനം ചെയ്തു. ഞാൻ സിബ് തുറന്നോട്ടെ? അയ്യോ അങ്ങനെ പറയുന്നത്. ഞാൻ സിബ് തുറന്നെടുത്തോട്ടെ? ബാഗിന്റെ സിബ് തുറക്ക. മൊട്ടയില് കൂടോത്രം. പ്യാരി പറഞ്ഞു കേട്ടപ്പോ ചാത്ത സേവ അപകടം പറ്റാൻ വേണ്ടി എന്നോട് ക്ഷമിക്കണം. ഇതെവിടെ കളയാ? എന്തെങ്കിലും തരണേ. 2-3 ദിവസമായി വല്ലതും കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ടില്ല. വിശന്നിട്ട് വയ്യ. മുട്ടയോ? വൈറ്റമിൻ എ മുതൽ ഇസെറ്റ് വരെ ഉണ്ട്. കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. സാറ് കഥാകൃത്താണോ? മുട്ടയിൽ വരെ ഡയലോഗ് കൊണ്ടേ പുഴുങ്ങി തിരടോ. ISI മുദ്രയുള്ള എന്തൊക്കെയാ നോക്കണം. താൻ ഇങ്ങനെ ഒരു അന്ധവിശ്വാസിയായി പോയല്ലോ. ഇക്കാലത്ത് വല്ലൊരു ഇങ്ങനെയൊക്കെ ചെയ്യൂ? എനിക്കറിയാം. എന്താ അതിലെ? ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം വരട്ടെ. വേലായുധനെന്ന് പറഞ്ഞാ മതി. ഓ, ആ പിശാചി പിന്നി വന്നോ? റൊക്കി ഇല്ല അവിടെ. അവൻ ഉറങ്ങുവാ. നിങ്ങളുടെ പൊന്നുമൻ റൊക്കി അവിടെ നിന്ന് പൊക്കിയേ. എന്തിനാ? നിന്റെ അമ്മേനെ പിണ്ടം വയ്ക്കാനാ? ഇനി തള്ള പറഞ്ഞു പറ്റിക്കാൻ പറ്റാണോ? ദേ, 100 ആയുസാ ചേട്ടന്. ചേട്ടന്റെ കാര്യം മനസ്സിൽ വിചാരിച്ച് കിടക്കുകയായിരുന്നു. ചേട്ടൻ കയറി ഇരുന്നട്ടെ. സൂചിപ്പിക്കലൊന്നും വേണ്ട. പശുവിനെ തരാമെന്ന് പറഞ്ഞ് 280 രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ദിവസം എത്രയായി? എനിക്ക് ഇപ്പൊ പശുവിനെ കിട്ടണം, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എടോ, തനിക്ക് ചെവി കേൾക്കുന്നുണ്ടോ? ഇന്ന് എനിക്ക് 2 അറിയണം. പശു ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് എന്റെ കാശിങ് തന്നേച്ചാ മതി. എന്നാ ഇനി ഞാനൊന്ന് പറയട്ടെ. 1 ലിറ്റർ പാല് കിട്ടുന്ന പശുവിനെ വേണമെന്നാണല്ലോ വേലാചേട്ടൻ പറഞ്ഞത്? അതെ. ആ, എന്നാ 1.5 ലിറ്റർ പാലുള്ള പശുവിനെ ഞാൻ തരും. പറ്റുമോ? അതേ വിലക്കിന്ന്. ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? ദേ, ഇനി എന്നെ പറ്റിച്ചാൽ വിധം മാറും. അത് പിന്നെ എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം. എന്നത്തേക്കാവും? ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ. നാളെ ഈ നേരത്ത് ചേട്ടന്റെ തൊഴുത്തില് നല്ല മുഴുമുഴുപ്പുള്ള ഒരു പശുവിനെ ഞാൻ കൊണ്ടുവന്ന് കെട്ടിത്തരും. എന്താണ്? പണം വാങ്ങി ആ പശുവിനെ കൊടുക്കണം. അപ്പന്റെ സ്വഭാവം നീയും കാണിക്കരുത്. എന്റെ അപ്പന്റെ സ്വഭാവം അല്ലാണ്ട് അയൽവക്കത്തെ ചെത്തുകാരന്റെ സ്വഭാവം കാണിക്കാൻ പറ്റുമോ? അങ്ങനെ കാണിച്ച അമ്മയ്ക്കല്ലേ അതിന്റെ കേട്. ഒന്ന് മാറിക്കതള്ളേ. മൂത്ത് നരച്ചു. എന്റെ പുക കണ്ട ഇത് പോവുള്ളൂ. എന്റെ കർത്താവേ, ബഹലുണ്ടാക്കാതെ അനങ്ങാൻ നിക്കടി. നാട്ടുകാർ മുഴുവൻ അറിയിക്കില്ലേ? നിന്നെ റോക്കി ചേട്ടൻ ഒരു സുന്ദരിയാക്കും. നീ ഇവിടെ വന്ന് കയറിയതുകൊണ്ട് ചേട്ടൻ എന്തൊരു ആശ്വാസമായി.
നീ വിഷമിക്കണ്ട, ഇത് ബ്യൂട്ടി പാർലറാ. നിന്നെ ചേട്ടനൊരു മിസ് കേരളയാക്കും. അന്നോ കുട്ടി മോള് വന്നോടി, എനിക്കറിയാം നീ വരുന്ന്. തള്ളയുടെ വിചാരം എന്റെ പിണങ്ങിപ്പോയ കെട്ടിയോള് വന്നു. നീ എന്നാടി മോളൊന്നും മിണ്ടാട്ടെ. അതെ, അന്ന കുട്ടി മോളെന്നും കൊമ്പ് മുളച്ചാ. കൊമ്പ് മാത്രല്ല, 4 കാലും ഒരു വാലും മുളച്ചു. മര്യാദയ്ക്ക് അവിടെ പോയി കിടന്നോ, ഇല്ലെങ്കിൽ ഞാൻ നിറം മാറ്റും. നീ പാട കള്ള. ഏതായാലും ഇത് നന്നായി. കുറച്ച് താമസിച്ചു പോയെങ്കിലും നല്ല ഐശ്വര്യമുള്ള ഒന്നിനെ തന്നെ കൊണ്ടുവന്നല്ലോ. അത് കേട്ടാ മതി. ഇവളെ ഈ നിലയ്ക്കൊന്ന് ഒപ്പിച്ചെടുക്കാൻ ഞാൻ പെട്ട പാടേ. തൊടലും പിടിക്കലും ഒക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് മതി. ഒന്ന് ഇണങ്ങിക്കോട്ടെ. നീ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണേടി. വരാൻ ചേച്ചി. ഇതാരാ? ഇതെന്റെ ചെറിയ പങ്ങളാ, ദമയന്തി. കാരാട്ടുപറമ്പിലേക്ക് അവളെ കെട്ടിച്ചത്. എന്നാ ഞാൻ ഇവിടെ നിന്ന് കെട്ടട്ടെ. പശുവിന്റെ കാര്യം പറഞ്ഞത് പൊന്നെ. ഇയാൾ കൊണ്ടുവന്നതാണോ? നല്ല ചന്തമുള്ള പശു അല്ലേ? നല്ല ചന്തമുള്ള കൊമ്പ്, മുടി പിന്നിട്ടതുപോലത്തെ വാല്. ദമയന്തിക്ക് നോട്ടറിയാലോ, അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ചേട്ടാ, ഇതുപോലെ എനിക്ക് വേണം. അവിടെ പാലിന് വലിയ ബുദ്ധിമുട്ടാ. കണ്ടോടോ റോക്കി, കച്ചവടം ഒന്നുകൂടെ ഒത്തല്ലോ. റോക്കി, ഇതുമാതിരത്തെ ലക്ഷണമൊത്ത ഒന്ന് തന്നെ വേണം കേട്ടോ. ഇതുപോലത്തെ ലക്ഷണം ഒത്തവരണം വേണല്ലേ? ഞാനിവിടെ ഇല്ലേ? മോളെ ബാ. അങ്ങനെ നമ്മുടെ രവിവർമ്മ ഇല്ലേ, രവിവർമ്മ, പുള്ളിക്കാരൻ പോലും ഇത്ര പ്രയാസമുള്ള ചിത്രപ്പണി ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ, കണ്ടോടാ? അവിടെ കണ്ടില്ല. നീ കെട്ടിയതിന്റെ കുറ്റമാ. എന്നെ കുറ്റം പറയണ്ട. രാത്രി പുല്ലിട്ട് കൊടുത്തപ്പോൾ ഞാൻ നോക്കിയതാ. മുട്ട വിറ്റ് ചിട്ടി ചേർന്നുണ്ടാക്കിയ കാശാ ഞാൻ എണ്ണി കൊടുത്തത്. ചേച്ചി അന്ന് പറഞ്ഞതുപോലെ ഒക്കെ ഒത്തുണ്ടല്ലോ. 2 കൊമ്പ്, മുടി പിന്നീട്ട പോലെ വാല്. ഞാൻ ഇവിടെ ഐശ്വര്യായിട്ട് തോറ്റി കൊണ്ടുവരട്ടെ. നിൽക്കട്ടെ. വല്ലയിടത്തൊക്കെ നിന്നതല്ലേ, തൊഴുത്തി കെട്ടുന്നതിന് മുമ്പായിട്ട് കുളിപ്പിച്ചൊന്ന് ശുദ്ധം വരുത്തണം. അതാ അതിന്റെ ഒരു ഐശ്വര്യം. മോനെ ബാബു, ബക്കറ്റിൽ വെള്ളവും ചകിരിയും ഒക്കെ എടുത്തോണ്ട് വാ. പിടിച്ചേ, എനിക്ക് തിരക്കുണ്ട്. 19 എരുമകളെ കൊടുക്കാൻ നേരിട്ടുണ്ട് ഹോൾസെയിലായിട്ട്. വാ. ഭഗവാനെ, പുള്ളി പശു എന്താ വെള്ള പശു ആകുന്നത്? കരിയിളകി വരുന്നല്ലോ അമ്മേ. അമ്മേ, നിറം മാറുന്ന പശു എന്ന് പറഞ്ഞ് പത്രത്തിൽ കൊടുത്താലോ? മിണ്ടാതിരിക്കടാ. എല്ലാം ദൈവത്തിന്റെ ഒരു കളിയെന്ന് വിചാരിച്ചാ മതി. ദൈവത്തിന്റെ അല്ല, എല്ലാം മനുഷ്യന്റെ കളിയാ. നോക്കി പോയി പിടിക്കണോ? നിങ്ങളാരാ എന്റെ പശുവിനെ തൊട്ടുപോരുത്. എന്റെ പശു നാട്ടിൽ കാണുന്ന 4 കാലികളെയൊക്കെ മോട്ടിക്കാൻ നടക്കുക അല്ലേടി? തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നിനക്ക് ചെയ്യാമെങ്കിലേ എനിക്ക് പറയാം. പശുവിനെ തൊട്ടുപോരുത്. കാശ് കൊടുത്ത പശുവാ. രൂപ 1500 റൊക്ക എണ്ണി കൊടുത്ത് വാങ്ങിയ പശുവാ ഇത്. എന്റെ പശുവിനെ വാങ്ങാൻ നീ ആർക്കാണ് 20 എണ്ണി കൊടുത്തത്? പശു കച്ചവടക്കാർ റൊക്കിക്ക്. അയാൾ ഇപ്പൊ രൂപ വാങ്ങി അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. റൊക്കിയോ? അതെ, റൊക്കി. റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചവർ മനസ്സ് മാറി തിരിച്ചു വന്നാൽ അന്വേഷിക്കുന്നത് ഈ ഏരിയയിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും തന്നെ വിട്ടിട്ട് പോകാം. ഒന്നുകൂടെ എന്നെ എടുത്തിട്ട്
படுவா அரங்கடா தெரியுமா? குழந்தைய கீழே இறக்கி வச்சுட்டு எங்கடா ஓட பாக்க? சத்தியமாட்டு இது என் குழந்தை இல்ல, இது ரயில்வே ட்ராக். எது உன் குழந்தை இல்லையா? என்ன தோல்ல தூக்கிட்டு வந்தது இந்த குழந்தை, கையால கீழே வச்சது இந்த குழந்தை, இப்போ தரையில இறக்கி விட்ட உடனே உன் குழந்தை இல்லாம போயிடுமா? நான் பாருங்க இந்த என்ன குட்டி எல்லாம் நம்ப வச்சுக்காத. என்ன ഗലാട്ടേങ്ക? இந்த ന്യായത്തെ കേൾക്കോ സാർ. ഇവര് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ ഇവരെല്ലാം കൂടി എന്നെ കള്ളനാക്കിയിരിക്കാണ് സാർ. നീ മലയാളിയാണോ? അതെ സാർ. ആ വാ വരാൻ പോങ്ങ എല്ലാം പോങ്ങ കുഴന്തടാ വരാൻ പോയ എന്തൊരു എടാ വേഷം കെട്ടി കയ്യിലിരിക്കട്ടാ. എന്നെ പോലുള്ള ഡീസന്റ് ആയിട്ടുള്ള മലയാളീസിനൊക്കെ നിന്നെ പോലെ ഫ്രോഡ് റാസ്കൽസ് ഒന്നും ഇവിടെ ജീവിക്കാൻ വയ്യാതായിട്ടുണ്ട്. സാർ ഞാൻ പറയുന്നത് സത്യമാ. കുട്ടി എനിക്ക് റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയതാ. റെയിൽവേ ട്രാക്ക് എന്ന് തുടങ്ങിയാടാ പ്രസവിക്കാൻ തുടങ്ങിയത്? നാട്ടിൽ കണ്ടിടത്തൊക്കെ ഓടി നടന്ന ഏതെങ്കിലും പെൺപിള്ളേരൊക്കെ എന്നെ കുറിച്ച് പറയരുത്. എന്നിട്ട് കുട്ടിയെ കൊല്ലാൻ വേണ്ടി തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നു. അവിടെ ഒന്നും സ്ഥലമില്ലടാ. ഞാനൊരു പാവമാണ് സാർ, എന്നെ രക്ഷിക്കണം. സാർ ഒരു മലയാളിയല്ലേ? നിന്റെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത്? എന്റെ കയ്യിൽ ഈ കുട്ടി മാത്രമേ ഉള്ളൂ സാർ. കുട്ടി ആർക്ക് വേണം? നിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചത്? കയ്യില് കഷ്ടിച്ചൊരു 200 രൂപ കാണും. 200 ഉലുവ. ആ ഉള്ളത് അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല സാർ. എടാ മൊല്ലാക്കാനെ നീ ഓത്തു പഠിപ്പിക്കല്ലേ. നാട്ടിൽ നിന്ന് പൈസ ഒന്നും ഇല്ലാതാണോ നീ ഇങ്ങോട്ട് പോകുന്നത്? ഉണ്ടായിരുന്നതാ, ആരോ പോക്കറ്റ് അടിച്ചതാ. സംശയം സാർ നോക്കിയതാ. അയ്യോ ദരിദ്രവാസി. രാവിലെ എന്തെങ്കിലും തടയൂന്ന് വിചാരിച്ചതാ, ഇന്നത്തെ ദിവസം പോക്ക. ആ പോടാ. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യണം? കുട്ടി എവിടെ ഞാൻ ഇട്ടിട്ട് പോയാൽ നിന്റെ എല്ലാം ഒരു അറ്റണം ബാക്കി ഉണ്ടാവില്ല. ഓർഡർ കള്ള റാസ്കൽ. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാണ്. മോളാതെ കരയില്ലെന്നല്ലേ പറഞ്ഞത്? ഈ കൊച്ചിനെന്താ ചെവിയും കേട്ടൂടെ? ഓ, മലയാളത്തിൽ പറഞ്ഞാൽ എവിടുന്ന് മനസ്സിലാവാനാ? കരച്ചിലിന് തമിഴിൽ എന്താണാവോ? എത്ര തമിഴ് പടങ്ങൾ കണ്ടിട്ടുള്ളതാ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഓ, ആഴാതമ്മ ആഴാതെ. ഇനി തമിഴ് കുട്ടി അല്ലായിരിക്കോ? ഈ മൊട്ടത്തലയും നിറമൊക്കെ കണ്ടിട്ട് മാർവാടി കുട്ടിയാണെന്ന് തോന്നുന്നു. ആ, ഹിന്ദി പറയാന്ന് വെച്ചാ അതിന് ഞാനവിടെ പോവാനാ. ഹിന്ദി എന്ന് കേട്ടപ്പോ കരച്ചിൽ നിർത്തിയല്ലോ. ഹിന്ദി കൊച്ചു തന്നെ വീണ്ടും തുടങ്ങിയല്ലോ. മോളെ കരയാതെ. ഏതെങ്കിലും കുട്ടിയല്ലാത്തവർക്ക് നിന്നെ കൊണ്ടുപോയി കൊടുക്കാം. അവര് നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. കരയാതെ മോളൂ. വന്നിരിക്കുന്ന ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു നല്ല ചെക്കനുണ്ടായിരുന്നു, നമുക്ക് അവരെ കാർന്നമാരായിട്ട് സംസാരിക്കായിരുന്നു. അതിപ്പോ അല്ല, ചേട്ടനൊരു മകനുണ്ടല്ലോ. ഉണ്ട്. അവൻ എങ്ങനെയാ? പിന്നെ അവനും എന്നെ പോലെ തന്നെ നല്ല പൊക്കവും അതിലത്തെ വിദ്യാഭ്യാസവും. അവനെ പെട്ടെന്ന് നമുക്കൊന്ന് വരുത്തിക്കാൻ പറ്റുമോ? അതിപ്പോ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പെർമിഷൻ ഒക്കെ വേണം. ആഹാ, അപ്പൊ ഭയങ്കര ജോലിയായിരിക്കുമല്ലോ അവനെ പെട്ടെന്നൊന്ന് വരുത്തിക്കുന്നത്. ആ കുട്ടിക്ക് ലൈഫ് ആവട്ടെ. ഈ പരോള് കിട്ടാൻ പ്രയാസമാ, ജീവപര്യന്തമാണേ. ആരാ? വെറും 2 പേരെ തലക്കടിച്ചു കൊന്നതേ ഉള്ളൂ. അതെ, അതൊക്കെ ശരിയാകുമെന്ന് കല്യാണം കഴിയുമ്പോ ശരിയാവും. നിന്നേ. ഇത് പുറത്തേക്ക് കളഞ്ഞു. അടിപിടി കേസാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യണം. അല്ല സർ, ഇത് ഇയാള് മുരിങ്ങക്കായ പറിക്കാൻ വേണ്ടി മുരിങ്ങ മരത്ത് കയറിയപ്പോ കൊമ്പ് പൊട്ടി വീണു, അങ്ങനെയാണ്. ദേഹത്തൊക്കെ ഞെരിച്ചതിന്റെയും നഖം കൊണ്ടതിന്റെയൊക്കെ പാടുകൾ കാണുന്നുണ്ടല്ലോ. അത് ഈ രക്തോട്ടം കിട്ടാൻ വേണ്ടി ബോധം കെട്ട് പോയേ വീണപ്പോ. അതുകൊണ്ട് ഞങ്ങൾ ദേഹത്ത് ഞെരിക്കുക മാന്തൊക്കെ ചെയ്തതാണ്. അതിന്റെ പാടാ. എന്താണ് പേര്? പേര് രാഘവൻ നമ്പ്യാർ. വയസ്സ് 40. അയ്യോ, ഇതിപ്പോ തന്നെ വാങ്ങിച്ചോളൂ. ചേട്ടാ, അപ്പൊ ഡോക്ടറെ വിട്. എന്റെ കാശൊന്നുമില്ല. അങ്ങനെ പറയരുത് ചേട്ടാ, രക്ഷിക്കണം. ഡോക്ടർ പറഞ്ഞിട്ടാ. എനിക്കെന്റെ കൈ പൊക്കാൻ പറ്റിയ തന്നെ ഞാൻ ആദ്യം കൊല്ലും. ആദ്യം കൈ പൊങ്ങട്ടെ സുഹൃത്തെ. തെണ്ടികള്. എടോ, തന്റെ പോക്കറ്റൊന്നും ഞാൻ അടിച്ചില്ലല്ലോ. എന്റെ പോക്കറ്റിൽ വല്ല ഉണ്ടെങ്കിലല്ലേ താൻ അടിക്കൂ. തല്ലിയവരുടെ കയ്യിൽ നിന്നൊക്കെ 1 രൂപയും 2 രൂപയും വെച്ച് പിരിവെടുത്തിട്ടാ തനിക്ക് വേണ്ട മരുന്ന് വാങ്ങിയത്. ഓ, വലിയ ത്യാഗികള്. എടോ, ഈ നാട്ടില് കോടീശ്വരന്മാരായ കള്ളക്കടത്തുകാരുണ്ട്.
താൻ അത്ര വലിയ ആദർശവാദിയാണെങ്കിലേ അവന്മാരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കടോ. ആ കോടീശ്വരന്മാരെ എന്റെ മുറി കയറി വിളിച്ചിരുന്നാൽ ഞാൻ പിടിപ്പിക്കും. ആ, ആ, ചക്കൂറ്റി പോലുള്ള ഒരു തടിയും കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. നാണമില്ലാതെ എന്തിനു മറ്റുള്ളവന്റെ കീശ തപ്പണം? അധ്വാനിച്ച് ജീവിച്ചൂടെ? അയ്യോ. എടോ, മേലനങ്ങാതെ കിടന്നാ പെട്ടെന്ന് എണീക്കാം. താൻ എവിടുത്തുകാരനാ? എവിടത്തുകാരനെങ്കിലും ആവട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യേ. ദഹനക്രിയ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അയ്യോ, അതേ ബണ്ണും പഴവും പിന്നാലെ പോലീസും ഉണ്ടോടോ. കഴിച്ചോളൂ. എന്താടോ തന്റെ പേര്? എന്തിനാ? ചുമ്മാ പറ. രാജു. കൊറേ കാലായോ രാജു ഈ പണിയിൽ ഏർപ്പെട്ടിട്ട്? എന്റെ ഇഷ്ടം ആദ്യമായിട്ടൊരു ശ്രമം നടത്തിയതാ, വിശന്നിട്ട്. ഒരു എരപ്പാളി ഒരു പണിയും തരുന്നില്ലെന്ന് വെച്ചാ പൈപ്പുള്ള എത്രയെന്ന് വെച്ചാ കുടിക്കുക. തനിക്കെന്തേ ജോലി? എന്ത് ജോലി? കുറച്ച് മാജിക് അറിയാം. വല്ലപ്പോഴും ഒരു പരിപാടി കിട്ടിയാലായി. എന്നാലും ഞാൻ അന്തസ്സായിട്ടാ ജീവിക്കുന്നത്. തന്റെ വീട് എവിടെയാ? വീട് കുറെ ദൂരെയാ. അവിടെ രക്ഷയൊന്നുമില്ല. അച്ഛൻ മരിച്ചപ്പോ രണ്ടാനമ്മേനെ പുകച്ച് പുറത്തിയടിച്ചു. ആ, അച്ഛന്റെ 2-3 പിള്ളേരെ പറ്റ സ്ത്രീയാണല്ലോ കരുതി ഞാനും മിണ്ടാതെ പോന്നു. തനിക്ക് തന്തേന്നുള്ളൊന്നുമില്ലേ? ഞങ്ങള് കുടുംബസമേതം ബർമയിലായിരുന്നു. അച്ഛനും അമ്മയും അവിടെ ചായക്കട നടത്തുമായിരുന്നേ. ഒരു ചായക്കട നടത്താൻ ബർമ്മ വരെ പോണോടോ? ചായക്കട നടത്താൻ പോയതല്ല, പല ബിസിനസ്സും നടത്തി പൊളിഞ്ഞ് അവസാനം ചായക്കട ആയതാണ്. അവര് മരിച്ചപ്പോ ചായക്കട വിറ്റ് ഞാൻ സ്വന്തം നാടെന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ഇവിടെ പന്തം കൊളുത്തിപ്പട. മേജിക്ക് തുടങ്ങിയപ്പോ ബർമയുടെ ഓർമ്മയ്ക്ക് ഞാൻ എന്റെ പേര് പ്രൊഫസർ റംഗൂൺ വാല എന്നാക്കി. ഞാൻ ഒരുമാതിരി നല്ല ഫേമസ് ആണ് കേട്ടോ. ഇവിടെ എക്യുപ്മെന്റ്സ് ഒക്കെ കണ്ടില്ലേ? തന്റെ ശരിക്കുള്ള പേരെന്താ? ബാബു. ബണ്ണ ഇനിയും വേണം. വേറെ എരിവും പുളിയുള്ള ഒന്നുമില്ലടോ. അത് വല്ല കോഴി ഇറച്ചിയോ ആട്ടിറച്ചിയോ? പിരിവെടുത്ത കാശ് മുഴുവൻ തീർന്നോ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. എന്നാ പോയി വാങ്ങിച്ചോണ്ട് വാടോ. ഈ പിണ്ണാക്ക് താൻ തന്നെ തിന്നോ. എന്ത് പറയുന്നു? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മറ്റെന്ത് തൊഴിൽ ചെയ്യാനാണ് സാർ? നല്ല ചോദ്യം. ലോകത്തെല്ലാരും ജീവിക്കാൻ വേണ്ടി ഈ തൊഴിലാണോ ചെയ്യുന്നത്? പറഞ്ഞ അബദ്ധാവോ എന്തോ? അതുറപ്പാണല്ലോ. ഒക്കെ എന്താ പറയാൻ ഉദ്ദേശിച്ചേ? 3 തലമുറയായിട്ട് ഞങ്ങൾക്ക് ഈ മോഷണത്തിന്റെ ഏർപ്പാടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ വേണ്ട, മൂപ്പർക്ക്. നമ്മളിപ്പോ തുടങ്ങിയല്ലേ ഉള്ളൂ അല്ലേ? തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. പറയണം. അതുകൊണ്ട് പെട്ടെന്ന് അത് വിട്ട് വേറൊരു തൊഴിലിൽ ഏർപ്പെടാന്ന് വെച്ചാ എങ്ങനെയാ നടക്കുക? അത് ശരിയാ. നായ നടുക്കാരിൽ ചെന്നാലും ശരി, അത് നക്കിയേ കുടിക്കുള്ളൂ. എന്ന് പറഞ്ഞ റോക്കി ഒരു നക്കിയാണെന്നല്ലേ നീ പറഞ്ഞത്? നീയും കള്ളനാ, അത് മറക്കണ്ട. ഒന്നും മിണ്ടായിരുന്നു. എന്തെങ്കിലും ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാകട്ടെ ബാലു, ഇവിടെ ഇല്ലാത്തതാ. നീ ഇതിവിടെ ഉള്ളപ്പോ ആവശ്യത്തിനും അനാവശ്യത്തിനും ബഹളം ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ട്, ചുരുക്കം ചില അവധി ദിവസങ്ങളിൽ. എന്ന് പറഞ്ഞ ബാക്കി സമയം വെറുതെ ഇങ്ങനെ ചിറ്റിത്തിരിയ. അതിന് ഇഷ്ടം പോലെ ബുക്സ് ഉണ്ടല്ലോ ഇവിടെ. ചിലപ്പോ ഭക്ഷണം കഴിക്കാൻ പോലെ ആളെ കിട്ടൂല. അല്ല, ഇത് ഭയങ്കര അത്ഭുതം തന്നെ. എന്താ? അല്ല, ഈ കള്ളന്മാരൊക്കെ വിളിച്ചെടുത്ത് ചായയും കാപ്പിയൊക്കെ കൊടുക്കലേ? ഈ മനുഷ്യന്മാരാണല്ലോ കള്ളന്മാരാകുക. അത് നേരാ. ഈ നാൽക്കാലികളൊന്നും മോഷ്ടിക്കില്ല. നാൽക്കാലികളെ ചില മനുഷ്യർ മോഷ്ടിക്കാറുണ്ട്. അപ്പം മൃഗീയത്വം മനുഷ്യരിലല്ലേ ഉള്ളത്? കണി കണി വിഷുക്കണി. കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ട് കർവർണനെ കാർവർണനെ. 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 എല്ലാ കൊല്ലവും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് നീ കൃഷ്ണവേഷം കെട്ടരുതെന്ന്. എന്ത് ചെയ്യാനാ അമ്മ? കൂട്ടത്തിൽ കാണാൻ കൊള്ളാന്നോട്ട ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഏത് കൃഷ്ണയുടെ താടിയുള്ളത്? താടി ഉണ്ടായിരുന്നു, അന്ന് ബാർബർ ഷോപ്പില്ലല്ലോ. ഗുരുത്വദോഷം പറയരുത്. ഇവിടുന്നാ തുടക്കം. ഐശ്വര്യായിട്ട് ഒരു 50 രൂപ കൈനീട്ടോ. പിന്നെ 50 രൂപ എന്നാ 49 രൂപ എന്നാലും മതി. ചെലവുണ്ട് ഇതിനൊക്കെ. അതുകൊണ്ടാ
എവിടെ മാധവൻ? अस्सलाम वालेकुम मिस्टर बुश ما في حالاتي خمرة قلبتي كخنت مراتي كتير ماتي يفعل فما هي فما بيتر سيت سنتر يلفت كلاتي إنديان إيرلاينز فلايت أريد أن برشلونة أغمر بدمك شكل الصغرى يلي كل خمرين أغمر بدمك مقالون أنا من اليلامات باو أفغانستان طالبان على كل تصور بقول كتات طور برا هيلز رد بورا ما في يلا تفهم إيش يفعل بردي كي بفاز يفترض بعد بوم بدل أفغانستان دعوة دفاعي بيرتدي بعده ما في حالاتي مشكلتي ما مشكلة في ما بس فتوى على بدي بعدي وبراحة عندك فيه ده من بيبر بدل في ما بتصف ما في بوش او ترى بيجلد يكون بلوتنا كابل ما يتو Oh Lord, this lad know what he's doing. Don't forgive him. ബുഷ് വീട് ബുഷ് ബുഷ്. കണ്ണു തുറക്കല്ലേ? അമ്മയാ കണി കാണണ്ടേ? ഇന്ന് വിഷു അല്ലേ? പടക്കം പൊട്ടിയപ്പോ ഞാൻ വിചാരിച്ചു എന്നാരോ വെടിവെച്ചിട്ടതാണ്. രാത്രി കിടക്കുമ്പോഴേ നാമം ചൊല്ലിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വപ്നമൊക്കെ കാണും. ആരത്? നേരെ പോന്നീ പെങ്ങളാ? ഇങ്ങോട്ട് ഇടത്തോട്ട്. ആ ഭഗവാനെ തൊഴുതു. എവിടെ? ഷാരോത്തെ ചക്കയല്ലേ മേത്? അടുത്തിരിക്കുന്ന കൃഷ്ണൻ നോക്കടാ. കൃഷ്ണ നല്ലത് വരുത്തണേ. മാധവു സുഗുണനോ? ഇന്ന് വിഷുവാണ്, കുരുത്തക്കടിനൊന്നും പോരുത്. കൈനീട്ടോ? കാശൊന്നുമില്ലേ? കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ട് കവർണനെ കവർണനെ ആ കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാല. അമ്മേ, അമ്മയോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കിണ്ടി മൊന്ത നിർത്ത് പുറത്തു വെക്കരുതെന്ന്. ഇതിന്റെ ഉടമസ്ഥന്മാര് കണ്ടിട്ട് എടുത്തോണ്ട് പോയാ പിന്നെ പണിയെടുത്ത് വെറുതെ ആവേ. എങ്ങനെയുണ്ടായിരുന്നടാ വരവ്? വരണ വഴിക്ക് നമ്മുടെ ഈ കൃഷ്ണനെ ആ പൊതുവാലിന്റെ പട്ടി ഓടിച്ചിട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല. കൃഷ്ണന്റെ വേടത്തിൽ എപ്പ കണ്ടാലും ശരിയാണ്, ആ പണ്ടാരപ്പട്ടി എന്നെ ഓടിച്ചിടും. പിള്ളേച്ചനെ കണി കാണിച്ചാ? പിള്ളേച്ചനെ ഉണർത്താനുള്ള പടക്കത്തിന് 10 രൂപ ചെലവാണ്. കൈനീട്ടുണ്ടെങ്കിൽ 1 രൂപ വരും. നക്കിയാണ് പല നക്കി, അയാൾക്ക് കണിയും കിണിയൊന്നും വേണ്ട. എടാ, 1 രൂപ കൈനീട്ടം തരുന്നവനെ 50 പൈസ കൊണ്ട് ഉണർത്തണം, എന്നിട്ട് ഒരു ഉഗ്രൻ കണി കാണിക്കണം. കൂട്ടം കെട്ടി നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അതെത്ര ശരിയാ? ഇത് കണ്ടോ, ഇപ്പൊ 10 പൈസക്ക് പോലും ഗതിയില്ലാതായി. കൂട്ടത്തിൽ കൂടണ്ട, താൻ പൊക്കോ. തന്നെ ആരെങ്കിലും പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നു. ഇതാണ് ഈ പീസായി. ഓ, ഇല്ലെങ്കിൽ 500 രൂപ കിട്ടുമായിരുന്നു. ഓട്ട ചായക്കുള്ള കാശ് കിട്ടുമല്ലോ. അടിച്ചു മാറ്റിയാലോ? ഈ പോസ്റ്റിലെ ബൾബ് കത്തുന്നുണ്ടായിരുന്നോ? അത് ഇന്നലെ രാത്രി കത്തിയിരുന്നല്ലോ. പക്ഷെ കത്തുന്നില്ലെന്ന് കംപ്ലൈന്റ്സ് ഉണ്ടായിരുന്നല്ലോ. ചിലപ്പോ ഫീസാകായിരിക്കും. ഒരു ബൾബ് പീസാവാൻ ഒരു ദിവസം. അസിസ്റ്റന്റ് യെസ്, come on. മാറ്റിയില്ലേ? ഒട്ടി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങിപ്പോയല്ലോ. അതെ, ഇതേ വകുപ്പിൽ തന്നെ വേറൊരു ലൈനുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ചെമ്പുണ്ടപ്പോ കൊടുത്താൽ എണ്ണി വാങ്ങാം. ചിലക്കാടോ, ചിലപ്പോ കമ്പി എണ്ണി കിടക്കേണ്ടി വരും. എന്താ ഇത്? മനസ്സിലായില്ല? എന്ത് മനസ്സിലാക്കാൻ? ചെമ്പ്, കമ്പി, 2 ആളുകൾ. ഇത് ലൈൻമാൻ നാരായണൻ. നമ്മളാരാ? അത് ശരി. അപ്പം ബോർഡിൽ ആരും പരിചയമില്ലല്ലേ? ഏത് സെക്ഷനിലാ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഒന്ന് പറഞ്ഞു കൊടുക്കേ. തമ്പാനൂരാ, ഫ്രഷ് അപ്പോയിന്റ്മെന്റാ. അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റിനെ പറ്റി കേട്ടിട്ടില്ലല്ലോ. കഷ്ടം. ഈ രാജ്യത്ത് നടക്കുന്ന യാതൊരു സംഭവവികാസങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ലല്ലോ സുഹൃത്തെ.
PSC ലിസ്റ്റിൽ പേര് വന്നിട്ടും അപ്പോയിന്റ്മെന്റ് കിട്ടാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ നടത്തിയ നിരന്തര സമരത്തിന്റെ ഫലമായി ഹൈക്കോടതി വിധി സമ്പാദിച്ചത് വൈദ്യുതി വകുപ്പിൽ പറ്റിക്കൂടിയ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലെന്നോ? എവിടെ ഇതൊക്കെ ശമ്പളം വാങ്ങി തിന്നല്ലാണ്ട് പത്രം വായിക്കുന്ന പതിവില്ലല്ലോ. അതെ. അവന്മാര് തന്നെ സംശയിക്കണ്ട, കഴിവേര് കള്ളന്മാര് ഹോൾസെയിലായിട്ട് ഇറങ്ങിയിരിക്കുക. ഇനി ഇവന്മാരെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല. ഓർഡർ ഫോമില്ല, സാധനം കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളൊക്കെ ലൈൻമാൻമാരല്ലേ? അതെ, പിന്നെ താനെന്താ വകുപ്പ് മന്ത്രിയെ പോലെ സംസാരിക്കുന്നത്? എന്തുവാണോ ഇത്? അവിടെ നാട്ടുകാർ ഇരിക്കപ്പുറത്ത് തരുന്നില്ല, എളുപ്പം പോയി ലൈൻ നന്നാക്ക്. സാറന്മാര് ഇയാൾ എവിടുത്തെ കാരണോ? പുതിയ ഓവർസിയർമാരെ അറിയില്ലേ? ഞങ്ങളെയോ പോട്ടെ. കൊണ്ടുപോയി ലൈനിന്റെ പ്രശ്നം തീർക്കടോ. കുറച്ച് സംസാരം, കൂടുതൽ പ്രവൃത്തി. ശരി സാർ. ഈ മാനന്തവാടിയിലെ ഇരുട്ടിയിലും ഒക്കെ കറണ്ട് ഓഫീസ് ഉണ്ട്, ഓർമ്മ വേണം. അങ്ങോട്ട് പോണെന്നുണ്ടോ? വേണ്ട സാർ. ഉണ്ടോ? ആ, രൂപ കിട്ടും. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. ഇവിടെ എത്രയാ കിട്ടും? ഇതും പേര് ദുനിയാവ് മുഴുവൻ നടന്നുകൂടാഞ്ഞിട്ടാ. ഒരു മര്യാദ വില ഒന്നൂടെ. 10 രൂപയുടെ തരാം. ഒരു 300 രൂപ വെച്ചാനെ. സാധനം വേണ്ട, എടുത്തോണ്ട് പൊയ്ക്കോ. അങ്ങനെ ഒഴിഞ്ഞാലോ ചേട്ടാ, ഞാൻ സംസാരിക്കാം. എത്ര കിലോ ഉണ്ട്? 9 കിലോ. 9 കിലോ ആവുമ്പം 14 40 ഗുണം 750 രൂപ. എനിക്ക് സാധനം വേണ്ട, എടുത്തോണ്ട് പൊയ്ക്കോ. ഞാൻ പറഞ്ഞില്ല എന്റെ അമ്മായിരം മകനെ കൊടുക്കുന്നത് 800 രൂപ. അവിടെ 800 രൂപ കിട്ടും. ചേട്ടൻ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. വേണ്ടെങ്കിൽ വേണ്ട, സാധനം എടുക്കട്ടെ. വേണ്ട വേണ്ട, കൊണ്ടുപോണ്ട, പണം ഞാൻ തരാം. ആ, അങ്ങനെ വഴിക്ക് വാ. ഓക്കെ, അല്ല അവര് വന്നു നമ്മളെ കൈവിട് കൈവിട്. കാശെടുക്ക്, കാശെടുക്ക്. ചേട്ടാ എന്താ ഇത്? ഓടി വരുമ്പോ കാശ് എടുത്തരുന്ന ബാങ്കോ ഉണ്ടല്ലോ, നമുക്ക് കാശ് കൊടു. ഓടെ കള്ള. പിന്നെ പാടുവിട്ട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ചൂണ്ടിയതാ. നിങ്ങൾ അവിടെ ഒന്ന് നാടൻ കളിച്ചപ്പോ ആർക്കും ഇല്ലാണ്ട് പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ മിണ്ടാണ്ടിരുന്നത്. കമ്പി പൊട്ടിച്ചെടുത്തേ അവസരോചിതമായി ഞങ്ങൾ രണ്ടുപേരും നാടകം കളിച്ചിട്ടാ നിങ്ങൾ അടികൊള്ളാൻ രക്ഷപ്പെട്ടത്. എന്നിട്ട് നമുക്കിട്ടൊരു പാരയോ? ഇപ്പൊ നിങ്ങളാ ഞങ്ങൾക്കിട്ട് പാര പണിഞ്ഞത്. പൊന്ന് ഹബീബെ, കാലിച്ചായക്ക് വകയില്ലാഞ്ഞിട്ടാ നമ്മളെ കമ്പി അടിച്ചേ. അത് നമ്മളെ പൈസ തന്നിട്ട് പോണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അവിടെ ഒന്ന് പോവോ? ഒരു കാര്യം ചെയ്യ്, ഇത് പകുതിയെങ്കിലും ഞങ്ങൾക്ക് താ. 50-50. ഇക്കാര്യം നേരത്തെ ആലോചിക്കാൻ എന്താ? അതങ്ങനെ പറ്റിപ്പോയി അണ്ണാ. എന്തൊക്കെയായാലും നമ്മൾ ഒരേ വർഗമല്ലേ? കണ്ടോ കണ്ടോ അണ്ണന്റെ ഒരു വർഗബോധം. കള്ളൻ. നമ്മൾ 4 പേരും ചേർന്ന് കളിച്ചത് കൊണ്ട് ഈസി ആയിട്ട് സാധനം അടിച്ചു. വില കുറച്ച് പറഞ്ഞ കടക്കാരൻ നമ്മൾ 4 പേരും കൂടി ചേർന്നപ്പം കൃത്യമായ വില തന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. ഐക്യമത്യം മഹാബലം. കറക്റ്റ്. കൂട്ടായ പരിശ്രമം, തൊഴിലിനോടുള്ള ആത്മാർത്ഥത, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടാം. പറഞ്ഞത് മനസ്സിലായില്ലോ? മനസ്സിലായി. കളവ് ചതിയും വഞ്ചനൊന്നും ഇല്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുക. അതിന് കള്ളന്മാരെ വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കാം. എന്നാൽ ഈ നിമിഷം മുതൽ നമ്മൾ ഒറ്റക്കെട്ട്. വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞില്ലേ? ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവും തോന്നുന്നില്ല. പരസ്പരം പഴിചാരിയതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ഒരു ഭാഗ്യം ഈശ്വരൻ നമുക്ക് തന്നില്ലെന്ന് കരുതിയാൽ മതി. നിനക്ക് സമ്മതമാണെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്തു വളർത്താം. അനാഥ കുട്ടികളൊക്കെ എടുത്ത് വളർത്തിയാൽ അവര് വളർന്ന് വലുതായി കഴിയുമ്പോ അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വന്തം മക്കളുടെ സ്നേഹം അവർക്കുണ്ടാകുമോ? എന്തുകൊണ്ട് ഉണ്ടായിക്കൂടുന്നില്ല? സ്വന്തം മക്കളെക്കാൾ സ്നേഹം അവർക്കേ ഉണ്ടാവൂ. നാളെ രാവിലെ തന്നെ നമുക്ക് അനാഥാലയത്തിൽ പോയി അന്വേഷിക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടത് അനാഥ പഠിക്കേണ്ടിരുന്ന നാടകം കേൾക്കാ. ஆல் இண்டியா ரேடியோ சென்னை வானொலியில் நீங்கள் இதுவரை கலா கைரளி மலையாள நிகழ்ச்சி கேட்டீர்கள். இனி செய்திகள். ഇവിടെ പിള്ളാരെ കൊണ്ട് പൊറുതിമുട്ടി ഇരിക്കുമ്പോഴാ കുട്ടികളെ ദത്തെടുക്കാൻ ഒരു നാടകം. പഠിച്ചോനെ, ഏതാണ് പിള്ള? ആരെയും കാണുന്നില്ലല്ലോ. ബഷീറേ, പഠിച്ചോനെ, ആരിന്റെ പിള്ളയാണോ? ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് രാത്രി ക്ഷീണം. പകൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ പിന്നെ രാത്രി ക്ഷീണം ഉണ്ടാവുള്ളൂ. അല്ലാ, കിടക്കണ തൊപ്പി. മോളെ. മോളോ? ഈ കൊച്ചെങ്ങനെ ഇവിടെ വന്നു? അപ്പൊ നിങ്ങക്ക് ഈ കൊച്ചിനെ അറിയാല്ലേ? ഇത് അവന്റെ കൊച്ചാണല്ലോ. അവളുടെ കൊച്ചെന്ന് പറ. ഇല്ലാത്തോലും പറഞ്ഞാലുണ്ടല്ലോ. പാപ്പ, നമുക്ക് ഈ കൊച്ചിനെ വളർത്താം. ഒന്ന് പോടാ. കൊച്ചിനെ വളർത്താൻ നടക്കുന്നു. നിങ്ങൾ എന്നോട് ചതി ചെയ്തല്ലോ. എന്തൊക്കെയാ പറയുന്നത്?
അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസുകാർ സ്വഭാവം തന്നെയാ. ഏത് സ്റ്റേഷനിൽ ചെന്നാലും അതിന്റെ അടുത്തൊക്കെ ഓരോ കെട്ടികളുണ്ടാവും. എന്റെ സേനവ, നീ എന്റെ ചാരിത്രശുദ്ധിയെ സംശയിക്കരുത്. ഞമ്മക്ക് നിങ്ങളെ വിശ്വാസമില്ല. പോടി അവിടുന്ന്. ഇത് അവന്റെ കൊച്ചു തന്നെയാ. ഈ കൊച്ചിനെ കളയാൻ രാവിലെ മുതൽ ഒരുത്തൻ നടത്തിയിരുന്ന ഞാൻ കണ്ടതാ. നിങ്ങൾ എന്നോട് കള്ളൊന്നും പറയണ്ട. ഏത് പകച്ചയ്ക്ക് ഉണ്ടായതാന്ന് നേര് പറ. പണ്ടാണെങ്കിൽ ആ കൊച്ചിനോട്ട് തന്നെ. ഇന്ന് അവനെ പിടിച്ച് കണ്ട് കൊടുത്തിട്ട് തന്നെ കാര്യം. കരയല്ലേ അവള്? ഒന്ന് കരയല്ലേ? ഓ, ഈ പഹയനെ പാതിരാക്കി ഞാൻ എവിടെ പോയി തപ്പാനാ റബ്ബേ? ആ കാലാക്കിന്റെ അവലും നഞ്ഞായി പടച്ചോനെ. നാളെ നിങ്ങൾ ഞമ്മളോട് ഈ ചതി ചെയ്തല്ലോ. പോയിട്ട് ബാ വെച്ചിട്ടുണ്ട്. ഇത് ഇടിവെട്ട് കൊണ്ടോന്റെ തലയിലെ മുടി കൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞ പോലെ പോയല്ല. നിന്നെ കളഞ്ഞു കിട്ടിയാരും കൊണ്ട് വല്ല കള്ളന്മാരെയും കിട്ടിയിരുന്നെങ്കിൽ ഉപകാരത്തിൽപ്പെട്ടാനാ. നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടാൻ പറ്റൂലല്ലോ. ഒന്ന് കരയാതിരിക്കുക എന്നെ വെച്ചേ. കരച്ചിൽ കേട്ട് അവസാനം എനിക്കും കരച്ചിൽ വരുന്നുണ്ട്. അള്ളാഹു ഇതാരാണീ വരുന്നത്? സാറേ കൊച്ചിനെ എങ്ങോട്ടാ? ഒന്ന് ഈവനിങ് വാക്കിന് ഇറങ്ങിയതാ. സ്വല്പം നേരത്തെ ആയി പോയി. ഒന്ന് കീറി പൊളിക്കല്ലോ കൊച്ചെ. ചേട്ടാ, ഓ, പോലീസ് ഭാഷ കേട്ടിട്ട് നിന്റെ കരച്ചിൽ കേൾക്കണില്ലല്ലോ. ഒരു പോലീസുകാരനെ ഞാൻ കള്ളനെ പോലെ പതുങ്ങി നടക്കേണ്ട ഗതികേട് വന്നല്ല. നിന്നെ കൊണ്ട് വീട്ടിലേക്ക് എന്നുള്ള ഗതികേടിയാവോ? എന്റെ മയ്യത്തോണ്ട് ചിരിയും കളി ആയിരിക്കുള്ളൂ അവിടെ. അറിയാവോ? ഇതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണ്ട അപ്പേ? ഒരു പുലിവാലി വന്ന് പെടണത്. മോളെ മൂത്രം ഒഴിച്ചേക്കല്ലേ. ആളെ എഴുന്നേറ്റ് ആകെ ഗതികേടാവും. പിച്ചക്കാരുടെ പോലീസിന് ഇടികൊണ്ടെന്നാവും. പിന്നെയും വന്നോ? അതെ, എന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഇളിക്കല്ലേ? പ്രൊഫസർ രംഗൂൺ വാലിയുടെ മാന്ത്രിക പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അതിനകത്തൊന്നുമില്ല. ശ്രദ്ധിച്ചു നോക്കൂ, അദ്ദേഹത്തിന് മാജിക് സ്റ്റിക്ക് അതിലൂടെ ഇരുന്നു. സൂക്ഷിച്ചു നോക്കൂ, ഒന്നുമില്ല. മറ്റൊരു പുഷ്പം, യാതൊന്നുമില്ല അതിനകത്ത്. സുഹൃത്തുക്കളെ നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ, ഇനി പ്രൊഫസർ രംഗൂൺവാല നിങ്ങളെ അത്ഭുത പരവശരാക്കുന്ന മറ്റൊരു വിദ്യ പുറത്തിറക്കുകയാണ്. അതെ, അപ്രത്യക്ഷയാകുന്ന സുന്ദരി. യെസ്, ദ വാനിഷിംഗ് ബ്യൂട്ടി. പല പല വേദികളിലും അവതരിപ്പിച്ച് കാണികളിൽ വിസ്മയത്തിന്റെ വെടിക്കെട്ട് പൊട്ടിച്ച ദ വാനിഷിംഗ് ബ്യൂട്ടി. ലോകത്തെ പല പല മജീഷ്യന്മാരും പരീക്ഷിച്ച് പരാജയപ്പെട്ട ദ വാനിഷിംഗ് ബ്യൂട്ടി. പ്രൊഫസർ രംഗൂൺവാലയുടെ മാത്രം മാസ്റ്റർ പീസായ ദ വാനിഷിംഗ് ബ്യൂട്ടി. അതെ, നമ്മുടെ വാനിഷിംഗ് ബ്യൂട്ടി കൊച്ചു സുന്ദരി വേദിയിലേക്ക് മന്ദം കടന്നു വരികയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. സുഹൃത്തുക്കളെ, ഇതൊരു സാധാരണ പെട്ടി മാത്രമാണ്. ഇതിന് അറകളോ ഒളിച്ചിരിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ല. ഈ കുട്ടിയെ ഞാൻ പെട്ടിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഹലോ, എന്താണ് അവിടെ പ്രശ്നം? ആരാണ് ഓടുന്നത്? പ്ലീസ്, ഹലോ, ശബ്ദമായിരിക്കണം. സുഹൃത്തുക്കളെ, ഇതൊരു പാവയല്ല, ഒരു കടലാസ് പൂവല്ല. ജീവനും മജ്ജയും മാംസവുമുള്ള മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരു സാധാരണ പെൺകുട്ടി മാത്രമാണ്. ഇതാ അവൾ മായയായി മറയാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഈ കുട്ടിയുടെ പൊടി പോലും ഈ പെട്ടിയിൽ അവശേഷിക്കുകയില്ല. ഇതാ പ്രൊഫസർ രംഗൂൺവാല പെട്ടിയടച്ചു കഴിഞ്ഞു. ഒരു നിമിഷാർത്ഥം കൊണ്ട് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. അതെ, പ്രൊഫസർ രംഗൂൺവാലയുടെ മാത്രമായ ദ വാനിഷിംഗ് ബ്യൂട്ടി. സുഹൃത്തുക്കളെ, ക്ഷമിക്കണം, ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ച മാജിക്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. പ്ലീസ്. അബദ്ധമല്ല സുഹൃത്തുക്കളെ, ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച മാജിക്. ഒരു പെണ്ണിന് പകരം വേറൊരു പെണ്ണ്.
മുതലാളി പണിക്കാരുടെ കൂലിയും വണ്ടിച്ചെലവും പിന്നെ ഇത് അങ്ങാടിയിൽ എത്തിക്കണ്ടേ. ഒരു 100 കൂടെ ഞാൻ തരാം, അതുമേലെ മുറിക്കാം. 6000-ൽ 1 രൂപ കുറഞ്ഞ എനിക്ക് വേണ്ട. എനിക്കുണ്ട് പണിക്കാരും ചെലവും. കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഒരെണ്ണം മതി. അങ്ങോട്ട് കൊടുക്കുള്ള ചെന്തുട്ടത് ഒറ്റ വലമേ കെട്ടിക്കോണേ. പോടാ. അല്ല, ഒരു കച്ചവടാകുമ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച വേണ്ടേ? എന്റെ തോട്ടത്തിൽ ഇറങ്ങി പോടാ. മുൻകോപിയാ, ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ, അതൊന്നും പ്രശ്നമാക്കണ്ട. 5500 നല്ല വിലയാണ് പിള്ളച്ച. അപ്പുറത്തെ പീതാമ്പരേട്ടന്റെ പടവങ്ങി വിറ്റത് 1300. അങ്ങോട്ട് കൊടുക്കും പിള്ളച്ച. അങ്ങോട്ട് കൊടുക്കും പിള്ളച്ച. ഇങ്ങോട്ട് പോടാ. 5000-ൽ കൊടുക്കണോ 6000-ൽ കൊടുക്കണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്കിതിൽ എന്താ കാര്യം? അല്ല, ഇത് പറിച്ചിട്ട് വേണ്ടേ പിള്ളച്ച എനിക്ക് വിത്തിറക്കാൻ? ആഹാ, നീയാണോ ഇവിടെ വിത്തിറക്കാൻ പോകുന്ന മാധവൻ? കാലത്തെ ആരാത് എന്നോട് പറഞ്ഞു? മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. കൃഷി സ്വന്തം പേരിലാണോ അതോ നിന്റെ അമ്മൂമ്മയുടെ പേരിലോ? അല്ല, പട്ടാളക്കാരൻ പുരുഷന്റെ പേരിലാണല്ലോ നമ്മളന്ന് ധാരണയിലായത്. അതെ, ആ വിത്ത് ഇനി ഈ കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? അതോ, അത് അപ്പം നീ അവിടെ വെച്ച് ആളെ കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. ഇനിയിപ്പൊ നീ എന്ത് പറഞ്ഞാലും നമ്മുടെ ശത്രുത കൊണ്ട് നീ പറഞ്ഞുണ്ടാക്കിയതാണെന്നേ നാട്ടുകാർ കരുതൂ. ആ സാധു സ്ത്രീയെ കുറിച്ച് ഇനി ഇല്ലാത്തത് പറഞ്ഞാൽ നിനക്കാവും തട്ട് കിട്ടുക. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. പോ. അപ്പൊ എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ല? ഇല്ല. വിത്തിറക്കാൻ അവൻ ആര്? വിത്ത് കാളയോ? മുതലാളി 50 രൂപ കൂട്ടി തരാം. 50 രൂപയുടെ കൂട്ടിത്താ, ഞാൻ എടുത്തോളാം. ആർക്ക് വേണം അവന്റെ 50 രൂപ? അതാ വായി നോക്കി കൊടുത്തേക്ക്. അതെ, 5600 മുറിച്ചോളാൻ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരു 50 രൂപയുടെ കാര്യം പറഞ്ഞില്ലേ, അതെനിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. ജാസ്തിയാണ്, മെനക്കെട്ടതുകൊണ്ടാ. കാശ് കൊടു. വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു പടവലത്തോട്ടത്തിൽ പോയെന്ന്. അവിടെ ചെന്നപ്പോ കച്ചവടക്കാർ പറഞ്ഞു കുറച്ച് മുമ്പേ പോയെന്ന്. ഞാൻ കേട്ടതൊക്കെ ശരിയാണ് പിള്ളേച്ച. അതെ, ഞാൻ തോട്ടത്തിൽ പോയിരുന്നു, തിരികെ വന്നു, ഇപ്പൊ ചായ കുടിക്കുന്നു. അതല്ല, ആ കണ്ടത്തിൽ അടുത്ത കൃഷി ഇറക്കുന്നത് മാധവനാണോ? ഈ പിള്ളേച്ചന് ഇതെന്ത് പറ്റി? തോട്ടത്തിന് പടവലങ്ക പറിക്കാനും ഒത്താശയ്ക്കും മാധവനാ മുമ്പില്. പടവലങ്ങ ആര് മാധവനെ? അപ്പൊ കൂട്ടുകാരായെന്ന് പറഞ്ഞ വെറുതെ ആണല്ലേ? കൂട്ടുകാരനോ? കൊല്ലി ഞാൻ. തീർത്ത് കൊടുക്കണം. മാധവനെ കൊല്ലാൻ പോയാണ്. കണ്ണവാ. എന്താ പ്രശ്നം? അവര് തമ്മിൽ കൂട്ടായി എന്നെ പഠിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ. മാധവൻ ഇപ്പൊ കൊല്ലും. കാണാൻ വെറുതാ. വെട്ടിക്കോ, ഞാൻ പുറത്തു നിന്നോളാം. പുരുഷട്ടാ, ആളെ മനസ്സിലായില്ലേ? നമ്മുടെ പിള്ളയച്ചൻ ഭഗീരഥൻ പിള്ള. നമസ്കാരം. നമസ്കാരം. പുരുഷനിപ്പം യുദ്ധമൊന്നും ഇല്ലേ? ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം, അല്ല പുരുഷേട്ടാ? അതെ. ഇതുകൊണ്ട് പുരുഷേട്ടൻ ഒരാളെ വെടിവെച്ച കേസ് ഉണ്ടാവോ? ഇല്ല. അതാണ്, പട്ടാളക്കാരന് ആരെ വേണമെങ്കിലും വെടിവെക്കാം. പിള്ളേച്ചൻ എന്താ വെട്ടുകത്തിയൊക്കെ ആയിട്ട്? വെറുതെ. ഇതുകൊണ്ടിപ്പം ചീമക്കൊന്നയുടെ കൊമ്പോ അടിക്കാട് വെട്ടാനോ കൊള്ളാം. തീരെ മൂർച്ചയില്ല. നല്ല മൂർച്ചയുണ്ട്. വെട്ട് പിള്ളേച്ച. എന്നാ ഞാൻ പോയി അടിക്കാട് വെട്ടി വെച്ച് വരാം. പിള്ളച്ചോ, ഇങ്ങോട്ട്. എന്താ മോനെ? ഇവിടെ വല്ലാത്തൊരു ചൊറിച്ചില്. ഒന്ന് ചൊറിഞ്ഞേ. പുരുഷേട്ടോ, ഒരു വെടിക്കൊള്ള ഉണ്ടാക്കാ തോക്കലുണ്ടാവൂല്ലേ? നിറച്ച തോക്ക. ചൊറിയാം. താഴെ താഴെ താഴെ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. എന്താ മാധവട്ട പ്രശ്നം? തിരുവനന്തപുരത്തൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്ക്. അല്ല പെടലേ, ഇവിടെ എന്താ പ്രശ്നം? ആഹാ, നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. കൺകുളിർക്കെ കണ്ടോളൂ, അതാണ് ചെക്കൻ. ഏതായാലും കുട്ടി ചെന്ന് കല്യാണ പെണ്ണോട് ലൈഫ് കൊടുക്കാൻ ഒരു ഡോക്ടർ വന്നിരിക്കുന്നു പറയൂ. ടൈം വേസ്റ്റ് ചെയ്യല്ലേ, വേഗം ചെന്ന് പറയൂ. നമ്മുടെ കല്യാണം നടത്തണ്ടേ? അല്ല, അവരുടെ കല്യാണം നടത്തണ്ടേ? നീ ഒന്നും പറഞ്ഞില്ല ശിവ. ഞാൻ
മുത്തച്ഛന് അസുഖമാണെന്ന് കരുതി ആംബുലൻസ് ആയിട്ടാ വന്നത്. അതൊന്ന് പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ വരാട്ടാ. ബിസിനസ് ഒക്കെ എങ്ങനെ? ആ, ഡെഡ് ബോഡി ഒക്കെ കിട്ടാറുണ്ടോ? ഇപ്പൊ എടുക്കാണ്ടാവോ? നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. അച്ഛാ, ചേച്ചി വിളിച്ചിട്ട് എണീക്കുന്നില്ല. പോവാൻ വരട്ടെ, ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. മോളെ ചേച്ചി, മോളെ എക്സ്ക്യൂസ് മീ, മോളെ എല്ലാവരും പ്രവർത്തിക്കുന്നേ സർ, പ്ലീസ്. എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്ക്. ഇതൊക്കെ ആള് വീതം പറയണോ? പക്ഷെ എന്ത് കഷ്ടം അത്. പോ. നിന്നോട് കൂടെ പറഞ്ഞത്. ഞാനും പോവാം. കുട്ടി കുറച്ച് കാറ്റ് കിട്ടട്ടെ. കാറ്റ് കിട്ടണമെങ്കിൽ ഫാൻ ഇട്ടാ പോരെ? ഇയാൾ എപ്പ കയറിനകത്ത്? ബ്ലഡ് വേണ്ടി വന്ന എന്റെ ബോഡിയിലല്ലേ ഉള്ളൂ. ഇവിടെ ബ്ലഡ് ഒന്നും വേണ്ട. അപ്പൊ യൂറിനോ? അയ്യേ, താൻ ഇങ്ങോട്ട്